ഭഗവതിയുടെ ക്ലീം എന്ന ബീജാക്ഷരത്തിൽ കത്തും സുദർശനൻ എന്ന രാജകുമാരനെ കൂടി നമുക്ക് കാണിച്ചു. അതിനുശേഷം ഈ നവരാത്രി വ്രതത്തില് വളരെ ശ്രേഷ്ഠമായിട്ട് ആചരിക്കുന്ന ഒന്നാണ് കുമാരി പൂജ എന്ന് പറയുന്നത്. 2 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ അമ്മയുടെ 9 ധാമങ്ങളിൽ പൂജിച്ച് ആരാധിക്കുന്ന രീതിയാണ് ഈ കുമാരി പൂജ. അപ്പോ കുമാരിമാർക്ക് വിവിധങ്ങളായിരിക്കുന്ന നൈവേദ്യങ്ങളെ നൽകേണ്ടതുണ്ട്. അങ്ങനെ കുമാരി പൂജ ചെയ്യുമ്പോൾ അതിൽ ചില ആൾക്കാരെ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് പറയാറുണ്ട്. മാറാരോഗമുള്ളവര്, ശരീരത്ത് പാണ്ടുള്ളവര്, കോങ്കണ്ണുള്ള കുട്ടികള്, അതുപോലെ എന്താ പറയാ ഈ നേരായ വഴിയിലൂടെ അല്ലാതെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങള്, അതുപോലെ ബുദ്ധിക്ക് ഉറപ്പ് വരാത്ത കുട്ടികൾ, ഇങ്ങനെയുള്ളവരെ ഒന്നും ആ കുമാരി പൂജനത്തിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്നാണ് ദേവി ഭാഗവതം പറയുന്നത്. പക്ഷെ ഇന്നങ്ങനെ നോക്കിയാൽ കുട്ടികൾ വളരെ കുറവായിരിക്കും. എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുള്ളതായിരിക്കും കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ വലിയ സൗന്ദര്യമൊന്നും കാണില്ല. പിന്നെ നമ്മളിപ്പോ ഇന്നത്തെ നിലയിൽ അതൊന്നും നമ്മള് പിന്നെ പറയുന്നുണ്ട്, ദേശകാലാനുസൃതമായിട്ട് കാര്യങ്ങളെ ചെയ്യാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരെയും അങ്ങനെ വേറൊന്നും നോക്കാറില്ല. എല്ലാ കുട്ടികളെയും നമ്മളങ്ങനെ 10 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഉപയോഗിക്കും. അങ്ങനെ പൂജിച്ചാലുള്ള ഗുണം ഭഗവതിയുടെ എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹ കടാക്ഷങ്ങളും ഉണ്ടാവുന്ന ഭഗവതി സ്വരൂപേണ ഇരിക്കുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഉണ്ടാവും എന്നാണ് വ്യാസർഷി പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് നവരാത്രി വ്രതത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുമാരി പൂജ എന്ന് പറയുന്നത്. അതുപോലെ കന്യാപൂജ വഴി വളരെ വിശേഷമായിട്ട് പറയാറുണ്ട്. അപ്പൊ പിന്നെ നമ്മളതൊന്നും നടത്താറില്ല. കാരണം അതിൻ്റെതായ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ലാത്തതുകൊണ്ട് അതൊന്നും നമ്മൾ ചെയ്യാറില്ല. അപ്പോ ഈ കുഞ്ഞുങ്ങളെ ദേവിയുടെ 9 ഭാവങ്ങളിൽ കണ്ടുകൊണ്ട് പൂജിക്കുമ്പോൾ അവർക്ക് വേണ്ടതായ വസ്ത്രങ്ങള്, ആഭരണങ്ങള്, മധുര പലഹാരങ്ങള് ഇതൊക്കെ കൊടുത്തു വേണം പൂജിക്കാനാണ്. അതും ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്ത് അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യങ്ങള് അല്ല. പിന്നെ ആവും വിധം ആ ഭഗവതിയെ സങ്കല്പിച്ചുകൊണ്ട് പൂജ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാവിധമായിരിക്കുന്ന അഭീഷ്ടങ്ങളും സാധ്യമാക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു മാർഗമാണ് ഈ കുമാരി പൂജ എന്ന് വ്യാസർഷി പറയുന്നു. അതുപോലെ എല്ലാവരും അനുഷ്ഠിക്കേണ്ട ഒരു വ്രതമാണ് നവരാത്രി നാൾ. ഭഗവതിക്ക് നിവേദിച്ച നൈവേദ്യമല്ലാതെ മറ്റൊന്നും കഴിക്കാൻ പാടില്ല. നമുക്കിപ്പോ സാമ്പാറും പുള്ളിശ്ശേരിയും രസമൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു ഉറങ്ങൂല. അതുകൊണ്ട് ഭഗവതിയുടെ വെള്ളച്ചോറ് നൈവേദ്യം കൊണ്ട് കൊടുത്താൽ നമ്മൾ കഴിക്കുമോ? ദൂരക്കളി. നമുക്കാർക്കും ഇഷ്ടമില്ലാത്തൊരു സാധനമായി ഭഗവതിക്കും ഭഗവാനൊക്കെ നേരിക്കുന്ന വെള്ളച്ചോറ്. പക്ഷേ ഭഗവാനൊക്കെ നേരിക്കണ നൈവേദ്യം കഴിച്ചാൽ സർവപാപഹരമാണ്. എല്ലാവിധ വിധത്തിലുമുള്ള ദുരിതങ്ങളെ നീക്കാൻ ഏറ്റവും ഉത്തമമാണ് ഭഗവതിക്കും ഭഗവാനൊക്കെ നേരിക്കുന്ന നൈവേദ്യം പൂജിക്കുക എന്നുള്ളത്. അത് വളരെ ഭാഗ്യമുള്ളവർക്ക് കിട്ടുന്ന പറയാം. എല്ലാവർക്കും ഒന്നും കിട്ടില്ല, നമ്മളതൊന്നും കഴിക്കില്ല. അപ്പോ അങ്ങനെ എല്ലാവിധത്തിലും ഭഗവതിയെ ആരാധിച്ച സർവവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും അമ്മയുടെ ഉണ്ടായിട്ട് വേണ്ടും വണ്ണം അമ്മ സംരക്ഷിക്കുന്ന, വേണ്ടതെല്ലാം തന്നുകൊണ്ട് സംരക്ഷിക്കുന്ന
ഇപ്പൊ ഈ 9 ദിവസങ്ങളിൽ വ്രതാനുഷ്ഠാനത്തോടുകൂടി വേണം നമ്മൾ ഇരിക്കാൻ. പക്ഷെ നമുക്കതൊന്നും സാധ്യമല്ല. അമ്മയ്ക്ക് നിവേദിക്കുന്ന നൈവേദ്യമൊന്നും കഴിച്ചിരിക്കാനും അല്ലെങ്കിൽ അതിന് വിധത്തിലുള്ള രീതിയിൽ ആ ഒരു വ്രതത്തെ അനുഷ്ഠിക്കാനൊന്നും നമുക്ക് സാധ്യമില്ല. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ആ നവരാത്രി വ്രതം ആചരിച്ച് അത് ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ മോളെ രാമായണത്തിലെ ഒരു ഏഴെടുത്ത് പറയുകയാണ്. ശ്രീരാമചന്ദ്ര പ്രഭുവിനോടൊപ്പം പോയ സീതാദേവി, ആ സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ വാനരപ്പടയുമായിട്ടൊക്കെ കൂട്ടം കൂടി കഴിയുമ്പോൾ ഈ സീതാദേവിയെ ലഭിക്കുന്നതിനും അതോടൊപ്പം രാവണനെ നിഗ്രഹിക്കുന്നതിനുമായിട്ട് നാരദർഷിയുടെ നിർദ്ദേശാനുസരണം ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭു ഈ നവരാത്രി വ്രതം അനുഷ്ഠിച്ചതാണ്. അങ്ങനെ ആ നവരാത്രി വ്രതം അനുഷ്ഠിച്ചത് കൊണ്ടാണ് രാവണനെ നിഗ്രഹിക്കാൻ സാധിക്കും. കാരണം സാധാരണക്കാരനായവരല്ല രാവണൻ, അപാരമായ ശിവഭക്തിക്കുടമയാണ് രാവണൻ. എന്താ പറയാ, കൈലാസം പോലും തന്റെ കൈകളിലെടുത്ത് അമ്മാനമാടിയ ആളാണ് ഈ രാവണൻ. അപ്പൊ അത്ര ശക്തനായിരിക്കുന്ന രാവണനാണ് ഈ മനുഷ്യ രൂപത്തെ ധരിച്ചിരിക്കുന്ന ശ്രീരാമചന്ദ്ര പ്രഭുവിന് നിഗ്രഹിക്കാനായിട്ട് ഭഗവതിയുടെ കൃപാകടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് സാധിച്ചത്. അതിനു വേണ്ടിയിട്ട് നാരദമുനിയുടെ നിർദ്ദേശാനുസരണം അദ്ദേഹം ഈ നവരാത്രി വ്രതം അനുഷ്ഠിച്ചു എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. അപ്പൊ ആദ്യം നവരാത്രി വ്രതത്തെ അനുഷ്ഠിച്ചത് ശ്രീരാമചന്ദ്ര പ്രഭുവാണെന്ന്. അപ്പൊ അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന യാദവ കുലജാതനായിരിക്കുന്ന ഭഗവാനെ കുറിച്ച് സൂചിപ്പിക്കണം. ഭഗവാന് ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായിട്ട് ജനിക്കാൻ ഉണ്ടായ കാരണം ഭൂമിദേവിക്കുണ്ടായ ധർമ്മസങ്കടം, അമിതമായ ഭാരം ഭൂമിദേവിക്കുണ്ടായി ദുഷ്ടജനങ്ങളെ കൊണ്ടതാണ്. ദുഷ്ടന്മാര് കൂടുമ്പോൾ ഭഗവതിക്ക് അത് സഹിക്കാൻ പറ്റാത്ത ഭാരമാണ്. അന്നേരമാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കുറെ എണ്ണത്തിനെ ഇല്ലാതെയാകരുത്. എന്നാൽ ഭൂമിയുടെ സ്ഥായിയായ നിലനിൽപ്പിന് ദുഷ്ടജനങ്ങളുടെ വർധന അത്ര ഉൾക്കൊള്ളാൻ പറ്റില്ല. പറയും ചില ചില കാര്യങ്ങൾ ഭൂമിദേവിക്ക് ഭാരമുണ്ടാക്കുന്ന ഒന്ന് ഈ ദുഷ്ടന്മാരുടെ വർധന. എന്റെ പുരാണ ഗ്രന്ഥങ്ങള് വേദങ്ങളൊന്നും പീഠമില്ലാതെ ഭൂമിയിൽ വെക്കാൻ പാടില്ല. ആ ഒരു ഭാരം ഭഗവതിക്ക് താങ്ങാൻ പറ്റില്ല. അതുപോലെ നിലവിളക്ക് വെറും നിലത്ത് വയ്ക്കാൻ പാടില്ല, അതിന്റെ ഭാരം താങ്ങില്ല. അതുപോലെ കർപ്പൂരം വെറും നിലത്ത് വെച്ച് കത്തിക്കാൻ പാടില്ല, അതിന്റെ ഭാരം താങ്ങില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് എന്തായി ഈ ദുഷ്ടന്മാരുടെ വർധനയാണ്. അങ്ങനെ ദുഷ്ടന്മാർ വർദ്ധിച്ചപ്പോൾ ഭഗവതി ഒരു ഗുരൂപം പ്രാപിച്ചിട്ട് ബ്രഹ്മദേവന്റെ അരികിൽ ചെന്നു തന്റെ സങ്കടത്തെ ഉണർത്തിക്കാൻ. ഇങ്ങനെ സങ്കടത്തെ ഉണർത്തിക്കാനായിട്ട് അവിടെ എത്തി ബ്രഹ്മദേവൻ അതിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാനുള്ള ഒരവസ്ഥ അല്ലാഞ്ഞതുകൊണ്ട് നേരെ മഹാദേവന്റെ അരികിൽ ചെന്ന് മഹാദേവനെയും കൂടെ കൂട്ടിക്കൊണ്ട് സാക്ഷാൽ നാരായണന്റെ അരികിലെത്തി നാം ഭഗവാനെ സ്തുതിച്ച് ഉണർത്തി ഭൂമിദേവിയുടെ സങ്കടത്തെ ഭഗവാനെ ബോധിപ്പിച്ചു. ഭഗവതിയുടെ നിർദ്ദേശാനുസരണം ഭഗവാൻ നാരായണന് ഭൂമിയില് ദേവകിയുടെയും വസുദേവന്റെയും പുത്രനായിട്ട് ഇറക്കും ദ്വാപരയുഗത്തില് എന്ന് അറിയിച്ചു. ചോദിച്ചെന്താണ് ഇങ്ങനെ ഈ
ദേവകിക്കും വസുദേവനും ഒക്കെ ഇങ്ങനെ ദുരിതങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം ഭഗവാൻ അവതരിച്ചിട്ട് പോലും ഈ ദുഃഖങ്ങളൊക്കെ സഹിക്കുന്ന കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു. ഇതൊക്കെ പൂർവജന്മാർജിതമായിരിക്കുന്ന കർമ്മഫലത്തിന് അനുസൃതമാണ് ഇതൊക്കെ അനുഭവിക്കുന്നതാണ്. അപ്പം നമ്മൾ കുറേയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൂർവജന്മാർജിതമായിരിക്കുന്ന കർമ്മത്തിന്റെ ഫലമാണ്. പറയും പൂർവജന്മ പാപങ്ങളെല്ലാം ആധിയും വ്യാധിയുമായിട്ട് കൂടെ കൂടുന്നു. അപ്പൊ കൂടുതൽ ദുരിതങ്ങളും അസുഖങ്ങളൊക്കെ ശരീരത്തിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പൂർവജന്മാർജിതമായിരിക്കുന്ന പാപങ്ങൾ വളരെ വളരെ കൂടുതലായിരുന്നു എന്നർത്ഥം. ആ കർമ്മത്തിന്റെ ഫലമാണ് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ളതാണ്. എന്നാൽ ഈ മനുഷ്യജന്മം കിട്ടിയപ്പോ അതിനെ ഒരു ബോധതലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈശ്വരീയമായ ചിന്തകളിൽ കൂടി നമ്മൾ നീങ്ങുന്നുണ്ടോ? അതില്ല. അതിന് മായ സമ്മതിക്കില്ല. ഈ മായ വലിയ കുഴപ്പക്കാരിയാണ്. അതുകൊണ്ട് മായ എന്ത് ചെയ്യും? നമ്മളെ ഈ പ്രാപഞ്ചികമായ വിഷയങ്ങളിലേക്ക് അടുപ്പിക്കും. ധനം സമ്പാദിക്കണം, വലിയ വീട് വെക്കണം, വലിയ കാറ് മേടിക്കണം, എന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൂടി ഒന്ന് വിശാലമായിട്ട് കാറിനകത്തിരുന്ന് യാത്ര ചെയ്യണം, ഇല്ലേ? ഇങ്ങനെ പല പല ചിന്തകളാണ് നമുക്കുണ്ടാകുക. ഈ ധനസമ്പാദനം എന്നത് തന്നെ മായയുടെ വലിയൊരു കളിയാണ്. എപ്പോഴാണോ ധനത്തിനോട് ആർത്തി തോന്നുന്നത് അപ്പോൾ ചിന്തിച്ചോണം വലിയ കുഴപ്പത്തിലേക്കാണ് പോകാൻ പോകുന്നത്. കാരണം ഈ ധനം അമിതമായാൽ മനുഷ്യന് അഹങ്കാരം ഉണ്ടാവുന്ന, അല്ലേ? കാശ് ഇത്ര കൂടിക്കഴിഞ്ഞാൽ എന്താ പിന്നെ കുഴപ്പം? നമ്മൾ ആരെയൊന്നും അംഗീകരിക്കില്ല. പിന്നെ ഞാനാണ് മഹാരാജാവെന്ന് പറഞ്ഞ് നമ്മൾ നടക്കാം, അല്ലേ? ഉണ്ടാക്കുന്നുണ്ട് ഒരു കുഴപ്പം. വേറൊരു കുഴപ്പം എന്താ? ഇത് വരുംതോറും വീണ്ടും 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 ഏത് വിധത്തിലും സമ്പാദിക്കണം എന്നൊരു തോന്നലുള്ളിലുണ്ടാവും. കാരണം അർത്ഥത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഈ അർത്ഥം എപ്പോഴും വല്ലാതെ മോഹിപ്പിക്കുന്നതാണ്. അർത്ഥവും സ്വർണവും ഇത് രണ്ടും വല്ലാതെ മോഹിപ്പിക്കുന്നതാണ്. ഈ അർത്ഥത്തിനോട് മോഹം തോന്നിക്കഴിഞ്ഞാൽ ഏത് വിധത്തിലും അത് സമ്പാദിക്കണം എന്നൊരു ചിന്ത ഉള്ളിലുണ്ടാവുന്നതാണ്. അപ്പൊ അതുകൊണ്ടാ പറയാ, അർത്ഥത്തിനോട് മോഹം തോന്നാൻ പാടില്ല. നീ സ്വർണത്തിന് എന്താ മോഹിക്കാൻ കാര്യം? സ്വർണത്തിനകത്ത് രണ്ടു പേരായിരിക്കണതെന്ന് ആരൊക്കെയാണെന്നറിയാമോ? സ്വർണത്തിനകത്തിരിക്കുന്ന ആൾക്കാര് മഹാലക്ഷ്മി ഭയങ്കരമായ ഒരാളിൽപ്പെട്ട സ്വർണത്തിനാണ്. കരിക്കിരിക്കാൻ കൊടുത്ത ഇടമാണ് സ്വർണം. അതുകൊണ്ട് സ്വർണം അമിതമായ ഉപയോഗം വന്നാല് കലി കൂടുതലായിട്ട് ബാധിക്കുകയും ചെയ്യും, ജീവന് ഹാനി ഉണ്ടാക്കുന്ന. അതുകൊണ്ട് സ്വർണത്തിനോടൊന്നും വലിയ മോഹമൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞ ഭഗവാൻ എന്തെങ്കിലും സമർപ്പിക്കാൻ പറഞ്ഞില്ല. ആപ്പാട്ടെ മുങ്ങനെ പിടിച്ചിരിക്കുകയല്ലോ, അങ്ങനൊന്നും ഞാൻ കൊടുക്കില്ല, കലിയെ വിട്ടില്ല എന്നാണ്. എന്താ ഭഗവാന് സമർപ്പിച്ചാലുള്ള ഗുണം? കലിക്കടക്കവും വരും, മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. ഭഗവതിക്കൊക്കെ സമർപ്പിച്ചാലുള്ള ഒരു ഗുണം, സമർപ്പണ ഭാവം എപ്പോ ഉള്ളിലുണ്ടാവണോ അപ്പൊ സമർപ്പിച്ചാലുള്ള ഒരു ഗുണം ഈ വേണ്ടാത്തതിനെയൊക്കെ ഒഴിവാക്കി തരികയും ചെയ്യും. അതോടൊപ്പം വേണ്ടതിനെയൊക്കെ നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഈ പരീക്ഷിത് മഹാരാജാവിനെ കലി ബാധിച്ചത് അദ്ദേഹത്തിന്റെ തലയിലുണ്ടായിരുന്ന കിരീടത്തിൽ കൂടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ തപസ്സിരുന്ന ആ മഹാത്മാവിന്റെ കഴുത്തിലേക്ക് ചെത്ത പാമ്പിനെയൊക്കെ എടുത്ത് ഇടേണ്ടി വന്നത്. അതുകൊണ്ട് ഈ കലി ഇരിക്കണ സ്വർണം അത്ര നല്ലതല്ല. കൊണ്ട് ഒരുപാടൊന്നും മേടിച്ച് വെക്കണ്ട. കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് തന്നേക്കാം, അല്ലേ? ഭഗവതിക്ക് സമർപ്പിക്കാം. അതൊക്കെ നമ്മുടെ എല്ലാം ഉണ്ടോ? കരുതലല്ല ഉണ്ടായിരുന്ന പൊട്ടിപ്പോയി. അതുകൊണ്ടാണ്. അപ്പൊ ഒരു 100 മലമൊക്കെ ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. അപ്പോ ഭഗവതിക്ക് സമർപ്പിക്കുമ്പോ വേണ്ടാത്തതിനെയൊക്കെ മാറ്റുകയും ചെയ്യും, വേണ്ടതിനെ മാത്രം നമുക്ക് തരികയും ചെയ്യും. അതുകൊണ്ട് അതിനാണ് സ്വർണ്ണ സമർപ്പണം വലിയൊരു ഇതായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ മാസം ഹൈദരാബാദിലായിരുന്നു. ഒരമ്മയും മോനും കൂടെ വന്നിരുന്നാണ്.
നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തുപോലെ ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോൾ കയ്യെ കിടന്ന 2 മോതിരം, കഴുത്തേ കിടന്ന നല്ലൊരു മാലി. അപ്പോഴേ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ഭഗവാനോട് ഒരു 3 കാണാം. മാല തന്നെ, മാലയുടെ എൻ്റെ കൂടെ ഒരു 1/4 പവൻ കാണാൻ 2 മോതിരം കൂടെ അപ്പോഴേ ഊരി കൊടുത്തു. അതാണ് സമർപ്പണ ഭാവം എന്ന് പറയുന്നത്. കാരണം ഈ കാണുന്നതൊന്നും അല്ല, ഇതിനൊക്കെ അപ്പുറം ഈശ്വരന്റെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ഇതൊന്നും നമ്മളെ സംരക്ഷിക്കില്ലെന്നേ. ഈ ധനാദികളൊന്നും നമ്മളെ എന്നും സംരക്ഷിക്കില്ല. എഴുതിയിട്ടോ, ധനാദികളൊന്നും ഒരിക്കലും നമ്മളെ, ചില നേരത്ത് പേപ്പറിന്റെ വില പോലും ഇല്ലാതെയാവും നോട്ട് കിട്ടുകൾക്ക്. നോട്ട് നിരോധനം വരുമ്പോൾ മാത്രമല്ല, അല്ലാതെയും ചില നേരത്ത് ഈ വെറും പേപ്പർ കഷ്ണത്തിന്റെ വില പോലും ഇല്ലാത്ത ഒരവസ്ഥ വരും നോട്ട് കെട്ടുകൾക്ക്. കാരണം ഇതിനെ ഒന്നിനും നമ്മളെ രക്ഷിക്കാൻ വയ്യാത്ത ഒരവസ്ഥ വരും. ആ അവസ്ഥയിലാണ് നമ്മൾ ആലോചിക്കുന്നത്, ഇതെന്തിനാ ഞാൻ ഇങ്ങനെ ഇത്രയും വാരി കൂട്ടിയതെന്ന്. ഇനി ധനമുള്ളവന്റെ അവസ്ഥ ആലോചിച്ചോളൂ, ഉറങ്ങാൻ പറ്റില്ല. അവന് സമാധാനത്തെ കിടന്ന് ഉറങ്ങാൻ കഴിയില്ല. എന്താ കാരണം? പ്രത്യേകിച്ച് അധാർമികമായ മാർഗത്തിൽ സമ്പാദിച്ചതാണെങ്കിൽ അവൻ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. ഞങ്ങൾക്കൊക്കെ അതാ ഏറ്റവും വലിയ ഗുണം. എന്താണ്? എവിടെ വേണേലും കിടന്നിറങ്ങാം, ഏത് വഴിയരികി വേണേലും പോയി കിടന്നിറങ്ങാം. എന്താ കാര്യം? ഞങ്ങളുടെ നിന്നും അടിച്ചുകൊണ്ട് പോയില്ല. കൊണ്ടുപോയാൽ 7-9 മുണ്ടും ഇതുപോലെ അതിന്റെ ഷാളും ഈ രുദ്രാക്ഷയും മുറ്റേ ഉള്ളൂ. എന്താ വരുന്ന 100 രൂപ അതിനകത്ത് ഇട്ടേച്ച് പറയുന്നത് എവിടെയെങ്കിലും പൊക്കോട്ടെ ഞാൻ ചിട്ടേച്ചു. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ സുഖം ഉറങ്ങാൻ. കാരണം ധനത്തെ കുറിച്ച് ചിന്തിക്കേണ്ട വിഷയമേ വരുന്നില്ല. ഇതെല്ലാം കൂടെ എവിടെ കൊണ്ട് വെക്കുമെന്നോ ടാക്സ് കൊടുക്കണമെന്നോ ഒരു ചിന്തയും നമുക്കൊന്നുമില്ല. ധനം അർത്ഥം കൂടും തോറും ദുഃഖം അധികരിക്കും. അതുകൊണ്ട് പറയും, അർത്ഥം കൊണ്ട് 15 അനർത്ഥം ഫലം. ബന്ധുക്കളൊക്കെ ശത്രുക്കളാവും അല്ലേ? അന്ന് കട ചോദിക്കുമ്പോൾ കൊടുത്തില്ലെങ്കിൽ അന്ന് വരെ ഒരു പാത്രത്തിൽ നിന്ന് കൈയിട്ട് വരെ ഇതുപോലെയൊക്കെ വ്യത്യാസം പോലെ കണ്ടാ മിണ്ടൂല. നീ കൊടുത്താലോ തിരിച്ചു ചോദിക്കാൻ ചെല്ലുമ്പോ ഉള്ള ബന്ധം കൂടെ പോവും. അതിന്റെ ഏറ്റവും വലിയ അപകടമാണ് ജീവഹാനി. ഈ അർത്ഥം കൊണ്ടുള്ള ഏറ്റവും വലിയൊരു അപകടമാണ് ജീവഹാനി. ജീവൻ പോലും നഷ്ടപ്പെടാൻ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഏത്? അർത്ഥം. അതുകൊണ്ട് അതിനോട് അമിതമായ മോഹം തോന്നരുത് എന്ന് പറയും. നമ്മൾ പറയില്ലേ, ധനം കണ്ടാലൊന്നും പണം കണ്ടാലൊന്നും കണ്ണ് മഞ്ഞളിക്കില്ല എന്ന് പറയും. അങ്ങനെ മഞ്ഞളിക്കാതിരുന്നാൽ രക്ഷപ്പെടും. കാരണം ഇത് വല്ലാതെ മോഹിപ്പിക്കുന്ന ഒരു സാധനം. അപ്പോ അങ്ങനെയുള്ള ജീവിതത്തില് നമ്മൾ ഈ മനുഷ്യ ജീവിതം നടത്തുമ്പോൾ ആ ജീവിതത്തിൽ നമുക്ക് ധനം വേണ്ടെന്നല്ല ഞാൻ സമ്പാദിക്കണം, ആവശ്യത്തിന് സമ്പാദിക്കണം. പക്ഷേ ഒരു പരിധി ഉണ്ടത്. നമുക്ക് മതി എന്ന് തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാവണം. ആ അവസ്ഥയിൽ അർഹരായിട്ടുള്ളവർക്ക് ദാനം കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ധനം നമ്മളെ ഏൽപ്പിക്കുന്നത്. സൽക്കർമ്മം ചെയ്താൽ ആ ധനത്തിന് മൂല്യമുണ്ടാവും. നമുക്ക് സ്വയമായിട്ട് എടുത്തു വെച്ചാലോ അതിന് വലിയ മൂല്യമൊന്നും ഉണ്ടാവില്ല. 40 കോടിയുടെ വീടുണ്ടാക്കി വെച്ചിട്ട് 4 ദിവസം പോലും അതിനകത്ത് കിടന്നുറങ്ങാൻ സാധിച്ചില്ല. ഇത്ര കാലത്തെ കഷ്ടപ്പെട്ടമല്ല 40 കോടി മുടക്കിയ വീടുണ്ടായി. പക്ഷെ 4 ദിവസം അതിനകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പൊ ഈ 40 കോടിയുടെ ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ആ 40 കോടിക്ക് 1 കോടിയോ അല്ലെ 5 കോടിയോ അല്ലെ 10 കോടിയോ മുടക്കിയോ ആ വ്യക്തി ഒരു വീട് വെച്ചിട്ട് വീടില്ലാത്തവർക്ക് ആർക്കെങ്കിലും 10 പേർക്ക് ഓരോ വീട് വെച്ച് കൊടുത്തിരുന്നെങ്കിലോ ഈ ആളിന്റെ ഓർമ്മ എന്ന് നിലനിൽക്കില്ലേ? ഈ ചിരഞ്ജീവിത്വം എന്ന് പറയുന്നത് എന്നും ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവരുടെ ഉള്ളിൽ തലമുറകളായിട്ട് ആ ഓർമ്മകളെ അങ്ങനെ നിലനിർത്തുക എന്നത് ആ ചിരഞ്ജീവിത്വം. അല്ല ശരീരത്തോടു കൂടി ജീവിച്ചിരിക്കുക എന്നർത്ഥമല്ല. നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങള് അത് വരും തലമുറകളിൽ അങ്ങനെ മറിഞ്ഞു ചെല്ലും. അപ്പൊ ആ ഓർമ്മകൾ എന്നും നമ്മളെ കുറിച്ചുള്ളത് അവിടെ നിലനിൽക്കും. അതാണ് ചിരഞ്ജീവിത്വം. മറ്റുള്ളവരുടെ മനസ്സിലായിരിക്കണം നമുക്ക്
സ്ഥാനം. ഞാൻ മിടുക്കനാന്ന് ഞാൻ പറഞ്ഞാൽ പോരാ, മറ്റുള്ളവർ പറയുമ്പോഴാണത് ആ മിടുക്ക് അല്ലെങ്കിൽ ആ ഒരു സൗന്ദര്യം അവിടെ ഉണ്ടാവുക. അപ്പൊ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഇത് ഈ കിട്ടിയിരിക്കുന്ന മനുഷ്യജന്മം ഈശ്വരീയതയിലേക്ക് പോകാനുള്ളതാണ്. ഭൗതികമായിരിക്കുന്ന വസ്തുക്കളോട് അമിതമായ യാതൊരുവിധമായ മോഹവും തോന്നാതെ ആ കിട്ടിയിരിക്കുന്ന ജീവിതത്തെ നമുക്ക് ഈശ്വരീയമായ തലത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് പരമമായിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നൊരു ബോധം കൂടി അവിടെയുണ്ട്. എന്തായാലും പൂർവജന്മാർജിതമായിരിക്കുന്ന കർമ്മഫലങ്ങളാണ് എന്ന് പറയും. അതിനൊരു ദേവകീ ദേവിക്ക് ഇത്രമാത്രം ദുഃഖമുണ്ടാവാൻ 6 മക്കളെ കംസൻ കൊന്നതായിട്ട് പറയുന്നുണ്ട്. 6 എണ്ണത്തിനെ കൊന്നു. അതിന് കാരണമായി പറഞ്ഞത് ഈ ദിതിയും അതിഥിയും 2 പേരാണ് പ്രധാനപ്പെട്ട കശ്യപന്റെ 2 ഭാര്യമാർ. ഒന്ന് ദിതിയും ഒന്ന് അതിഥിയും. ഈ ദിതി എന്ന് പറയുന്നത് അത്ര ശരിയല്ല. എന്താ കാരണം? ഇച്ചിരി കുഴപ്പമൊക്കെ മനസ്സിലുണ്ട്. എന്നുവെച്ചാൽ ദ്വൈതഭാവമുള്ളവളാണ് ദിതി. അതിഥി എന്ന് പറയുന്നത് ദ്വൈതഭാവം ഇല്ലാത്തവളാണ് അതിഥി. നമ്മളൊക്കെ അപ്പൊ ദിതിയാണോ അതിഥിയാണോ? നമ്മളൊക്കെ അതിഥിയാണോ? മുതലാണോ ഈ അതിഥി നമ്മളൊക്കെ? എനിക്കെന്നും എന്റേതൊന്നും ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. അവന്റേതും എന്നുണ്ടോ? ഇതെന്റേത് അല്ല അവന്റേതെന്നുണ്ടോ? അപ്പൊ പിന്നെ എവിടെ അതിഥിയായ? ഈ ദ്വൈതഭാവം ഉണ്ടാവാൻ പാടില്ല. സർവസ്വം ഈശ്വരന്റെ ആണെന്നുള്ള ബോധമുണ്ടോ? സർവസ്വം ഈശ്വരനാണെന്നുള്ള ഒരു ബോധം ഉണ്ടാവും. അറിയില്ലേ? സർവചരാചരങ്ങൾ ഈശ്വരനാണെന്നും സർവചരാചരങ്ങളിലും ഈശ്വരനാണെന്നുള്ള ബോധം നമുക്കുണ്ടാവും. അതുകൊണ്ടാണ് ആനന്ദ ചിന്മയഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം ഇഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി. അപ്പൊ ഈ അഖിലം ഞാൻ എന്ന് പറയുന്നത് എന്നിലും നിന്നിലും അവനിലും ഇവനിലും എല്ലാം നിൽക്കുന്നത് എന്റെ ഉള്ളിൽ നിൽക്കുന്ന അതേ ഒരു സ്വരൂപം തന്നെയാണെന്നുള്ള ഒരു ബോധം. ആ ബോധത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടെത്തിക്കാൻ കഴിയണം. ഇത് നമ്മൾ കാണുമ്പോൾ മുഖം തിരിച്ചു പോകും. ഈ ഒരാളെ കണ്ട നമ്മൾ ചിലരെ കണ്ടാൽ നമ്മുടെ മുഖമൊക്കെ ഇരിക്കുന്നത് കാണണം. ഇല്ലേ? എന്ത് ഭംഗിയാണ് ഇവിടെ എല്ലാം കൂടെ കൊണ്ട് വീർത്ത് രണ്ടെല്ലാം കൂടെ കൊണ്ട് തള്ളി ഏതാണ്ട് ഒരുമാതിരി ഭാവത്തിലാണ്. ഭദ്രകാളി പോലും അത്രയും കണ്ണ് പുറത്തോട്ട് തള്ളി ചില നേരത്ത് നമ്മുടെ നിപ്പ് കണ്ട. ഇല്ലേ? നമുക്കാർക്കോ ഒന്ന് ചിരിക്കാനോ ഒരു നമസ്തേ പറയാനോ ഒന്നും നമുക്ക് തോന്നാറില്ലല്ലോ. പോവാ ചിലരൊക്കെ എന്നെ നോക്കുന്നതാണോ? ഇങ്ങനെയൊക്കെയാ നോക്കുന്നത്. അപ്പൊ രൂപം കണ്ട് പേടിച്ചിട്ടാണെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെയൊക്കെയാണ് ചെല്ലുന്നത്. അപ്പോ നമുക്ക് ആ ഒരു ജീവിതത്തില് ആ ഒരു ദ്വൈതഭാവമില്ലാതെ ഇരിക്കുക. പക്ഷെ ഇവിടെ ഈ അതിഥിക്കും ഉണ്ടായി അത്ര ഒരു ദ്വൈതഭാവം. എന്താണ്? ഈ ദിതി ഭർത്താവായ കശ്യപനോട് പറഞ്ഞു, ഈ അതിഥിയുടെ പുത്രന്മാര് ദേവന്മാരും ദിതിയുടെ പുത്രന്മാര് അസുരന്മാർ അല്ലെങ്കിൽ ദൈതയന്മാരും എന്നാ പറയാം. അപ്പോ ഈ ഇന്ദ്രൻ ദേവൻ ആണല്ലോ, അതിഥിയുടെ പുത്രനാണ്. അപ്പൊ അതിഥി ദേവിയുടെ പുത്രനായിരിക്കുന്ന ഇന്ദ്രൻ ഇങ്ങനെ സ്ഥാനം വഹിക്കണതൊക്കെ കണ്ടപ്പോ ഈ ദിതിക്കും ഒരു മോഹം. ഞാനും ഒരു ഭാര്യയല്ലേ, അപ്പൊ എനിക്കും ഇല്ലേ ഒരു മോഹം. അതുകൊണ്ട് എന്ത് വേണം? ഈ ഇന്ദ്രനെ തോൽപ്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പുത്രനെ തന്ന് അനുഗ്രഹിക്കണം എന്ന് ദിതി ആവശ്യപ്പെടും. കശ്യപർഷിക്കറിയാം ഓരോരുത്തരുടെയും മനസ്സ്. അതുകൊണ്ട് അതിന് കഠിനമായ ഒരു വ്രതമൊക്കെ പറഞ്ഞു കൊടുക്കും. 12 വർഷം അനുഷ്ഠിക്കണം അത്രയാ വ്രതം. എങ്ങനെയാ? ഒരു തുടം പാല് കുടിക്കുക ഒരു ദിവസത്തേക്കാണ്. അത് ഒരു നേരെ കഴിക്കാൻ പാടില്ല. നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നതൊന്നുമല്ല. പിന്നെയോ മുടി അടിച്ചിട്ട് നടക്കാനോ കിടക്കാനോ പാടില്ല. ലപ്പ് മെത്തേ കിടക്കാൻ പാടില്ല. നമ്മളിപ്പോ എന്തോ വ്രതം എടുത്താലും എന്തോത്തല്ലേ കിടക്കും. പൊങ്ങിയ മെത്തലേ കിടക്കും. പിന്നെയോ ദർഭ വിരിച്ച് ചാണകം മെഴുകി ദർഭ വിരിച്ച് ആ ദർഭയുടെ മുകളിൽ വേണം കിടക്കാൻ. പിന്നെയോ നഖം കടിക്കാൻ പാടില്ല. നമ്മളെന്താന്നാലും എന്തോ ഇങ്ങനെ അല്ലേ? പിന്നെയോ
നഖമൊന്നും മുറിക്കാൻ പാടില്ല ആ സമയങ്ങളൊന്നും, വ്രതാനുഷ്ഠാന സമയത്തൊന്നും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഞാനെന്ന അഹംബോധം പോകാനാണ്. അപ്പോൾ ഞങ്ങളൊക്കെ സപ്താഹത്തിന്റെ സമാഹത്തിനൊക്കെ പറഞ്ഞാൽ പിന്നെ ഇതൊന്നും വളർത്താത്തവരാണെങ്കിൽ തലേ ദിവസം ഷേവ് ചെയ്താൽ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ദക്ഷിണം മേടിച്ചിട്ട് ഷേവ് ഒക്കെ ചെയ്യാവൂ, മുടിയൊക്കെ വലിയ ടിപ്ടോപ്പ് ആക്കാവുന്നതാണ്. എന്താണ് ഈ ഞാനെന്ന അഹംബോധം ഇല്ലാതെ വേണം ഇതൊക്കെ ചെയ്യാൻ. പക്ഷെ അങ്ങനെ കഴിഞ്ഞിട്ടുള്ള നിങ്ങളെന്താ പറയും? തലയും ചീകത്തില്ല, പൗഡർ ഇടത്തില്ല, ഒരു തുണി എടുത്തോണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങളെന്താ പറയും? എത്തികെട്ട സാധനം, ഇതിനെയൊക്കെ ആചാരം എന്നും പൗരാണികൾ എന്ന് പറഞ്ഞ് വിളിച്ചോളെന്ന് പറയും ഇല്ലേ? നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ ചില ടിപ്പ് ടോപ്പൊക്കെ അല്ലേ വേണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചില നിബന്ധനകളുണ്ട് ഇതിന്. അപ്പൊ ഈ 12 വർഷക്കാലം ദിവസം ഒരു നേരം ഒരു തുടം പാലും കുടിച്ചോണ്ട് വേണം ഇരിക്കാൻ. പിന്നെയോ ദുഷ്ടചിന്തകളൊന്നും ഉള്ളിലുണ്ടാവാൻ പാടില്ല. ആരെക്കുറിച്ച് ഒന്നും. ചിലര് പറയും സ്വാമി എന്റെ മനസ്സോ ശുദ്ധ, എനിക്ക് ആരോടും വീട്ടിൽ ഇരുന്ന് വിളിച്ചാൽ മതി. പൂക്കോട്ടെ അമ്മ എവിടെ വരും? പൂക്കോട്ടയായിട്ട് വീട്ടിൽ വരുമെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് എങ്ങനെ ഈ ശുദ്ധ ആയെന്നാ പറയുന്നത്? അത് സ്വാമിയാണ്, ഒന്നും പ്രത്യേകിച്ച് പറയണ്ട, ഒന്നും ഞങ്ങൾക്ക്. ഞാൻ 2 ചോദ്യം ചോദിക്കും. ഒരു ദിവസമെങ്കിലും ഒരു നേരമെങ്കിലും ആരുടെയെങ്കിലും ഒരു കുറ്റമെങ്കിലും കേൾക്കാത്ത ദിവസമുണ്ടോ? അതില്ല സ്വാമി, ആരെങ്കിലും എന്ന് പറയുമ്പോൾ കേൾക്കണ്ടേ? ഒരു ദിവസമെങ്കിലും ആരുടെയെങ്കിലും ഒരു കുറ്റമെങ്കിലും പറയാത്ത ദിവസമുണ്ടോ? അത് പറഞ്ഞു വരുമ്പോ അറിയാതെ പറഞ്ഞു പോകും സ്വാമി. അപ്പൊ ഈ കണ്ടോന്റെ കുറ്റം കേൾക്കുകയും ചെയ്യും, കണ്ടോന്റെ കുറ്റം പറയുകയും ചെയ്യെങ്കിൽ പിന്നെ എവിടെ മനസ്സുദ്ധായ? അപ്പൊ മനസ്സെന്തായിട്ടില്ല? ശുദ്ധമായിട്ടില്ല. അപ്പൊ മനസ്സ് ശുദ്ധമാവാത്തവിടെ എങ്ങനെ പൂക്കോട്ടെ അമ്മ വരിക? ഭഗവതി ഇരിക്കണത് ഇവിടെ ശുദ്ധമാനസത്തിലാണ്, ശുദ്ധമായ ഹൃദയത്തിലാണ് ഭഗവാന്റെയും ഭഗവതിയുടെയൊക്കെ വാസം. അപ്പൊ അങ്ങനെയുള്ളിടത്ത് നമ്മുടെ ഈ രീതിയിൽ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈശ്വരൻ വന്ന് അനുഗ്രഹിക്കുക, അല്ലെങ്കിൽ ഈശ്വരൻ വരിക? അപ്പൊ അതൊന്നും പ്രാപഞ്ചികമായിരിക്കുന്ന വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ട് ഇതിനോടൊക്കെ ആസക്തിയുള്ള സാധാരണക്കാരായ നമുക്കത്ര പെട്ടെന്നൊന്നും നേടിയെടുക്കാൻ പറ്റുന്നതല്ല ഈ മനഃശുദ്ധി എന്ന് പറയണത്, അല്ലെ ഹൃദയശുദ്ധി എന്നൊക്കെ പറയണത്. അപ്പോ അതുകൊണ്ട് അങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം പറയുകയോ കേൾക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. അന്യഗൃഹങ്ങളിൽ പോയി ഇരിക്കാൻ പാടില്ല. വ്രതമൊക്കെ അനുഷ്ഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. അന്യഗൃഹങ്ങളിൽ പോയി ഇരിക്കാൻ പാടില്ല. എന്താ പോയിരുന്ന കുഴപ്പം? നല്ലതൊന്നും പരസ്പരം പറയത്തില്ല ഇല്ലേ? നമ്മൾ അമ്പലത്തിൽ വന്ന് ശ്രീകോവിലിന്റെ അവിടെ തൊഴാൻ നിൽക്കുമ്പോഴും നമ്മളെന്തായിരിക്കും കൂടുതൽ പറയുക? നല്ലത് വല്ലതും പറയൂ. അപ്പോഴും നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവും? ആരുടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടല്ലേ ഒരു ഇല്ലേ? എന്തോ സാരിയാവുമ്പോഴത്തേക്കും നിൽക്കുന്നപ്പോണ്ട് വേറെ വലിയ ആദ്യാന്ന് പറഞ്ഞ് നടക്കുന്നത്. ഞാൻ മൈൻഡിക്കാം. പറച്ചിലുണ്ടോ? ഉണ്ടാവും, ഇല്ലാതിരിക്കാൻ വഴിയില്ല. കാരണം നമ്മൾ അങ്ങനെയാണ്. അത് നമ്മുടെ മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു വാസനയാണ്. അതത്ര പെട്ടെന്നൊന്നും വിട്ടുപോകുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സും അതിലാണ് പരമാവധി വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുക്കാൻ പറയുന്നത്. അതിനാണ്. ഇതിനാ ഈ വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുമ്പോൾ കുറെ ഈശ്വര ചിന്ത കൊണ്ട് എന്ത് ചെയ്യും? മനസ്സ് കുറെ ഈ അഴുക്കുകളൊക്കെ അങ്ങനെ മാറി 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 വരും. പക്ഷെ എന്നാൽ നമ്മുടെയൊന്നും അങ്ങനെ പെട്ടെന്ന് മാറില്ല. നമ്മൾ വ്രതം എടുത്താലും ശങ്കരനുണ്ട് ഇണ്ടമണ്ടം പ്രിയ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ വ്രതാനുഷ്ഠാനമൊക്കെ എടുത്തു. അങ്ങനെ ദിതി ഗർഭവതിയായി കഴിഞ്ഞപ്പോ അതിരിക്ക് മനസ്സിലായി ഇത് തന്റെ മകനിട്ട് വരുന്ന ഒരു പണിയാണ്. അതുകൊണ്ട് ഇത് അങ്ങനെ വളരാൻ അനുവദിച്ചാൽ അത്ര നല്ലതാവില്ല എന്നൊരു ബോധം ഇവിടെ വിളിച്ചു. അപ്പൊ തന്റെ പുത്രനായ ഇന്ദ്രനെ വിളിച്ചു. ഇന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ ഇതാ നിന്റെ ചെറിയമ്മ എന്തായിട്ടുണ്ട്? ഗർഭിണിയായിട്ടുണ്ട്.
അത് നിനക്കുള്ള പണിയാ. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ എന്ത് വേണം, അതിനെ ഇല്ലാതെയാക്കണം എന്ന് പറഞ്ഞു. ഈ ഇന്ദ്രൻ ആള് ശരിയല്ലെന്ന് ആർക്കറിയാം? നിധിക്കും അറിയാം. ദേവഭാവമാണെങ്കിലും സ്വഭാവം അത്ര ശരിയല്ല. കാരണം പുള്ളിക്കാരൻ തപസ് ചെയ്യുന്നത് ഇഷ്ടമല്ല, നാമം ജപിക്കുന്നത് ഇഷ്ടമല്ല, ആരെങ്കിലും ഈശ്വരനുടെ കാര്യങ്ങളുമായിട്ട് കൂടുതൽ പോയാൽ അത് ഇഷ്ടപ്പെടില്ല. അതിനെല്ലാം എങ്ങനെങ്കിലുമൊക്കെ ഒരു തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ അടുത്ത് എങ്ങനെങ്കിലും പിന്തിരിപ്പിക്കാൻ തോന്നും. അതുകൊണ്ടാണ് നമുക്ക് എവിടെയെങ്കിലും ഒരു മഴ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പോകത്തില്ല. എന്താ പറയും, ഓ ഇന്ന് പോയിരുന്നൊരു കുഴപ്പമില്ല, നാളെ അങ്ങ് പോയാൽ മതി. എന്താണ് അങ്ങനെ പിൻവലിപ്പിക്കും. മനസ്സിന്റെ ഒരു സ്വഭാവം കൂടുതൽ ഈശ്വരീയമായ കർമ്മങ്ങളിലേക്ക് അടുത്താൽ മനസ്സ് ഉടനെ അത് ഈ ഇന്ദ്രൻ എന്ന് പറയുന്നത് തന്നെ മനസ്സാണ്. ഇന്ദ്രിയങ്ങളുടെ നായകനാണ് ഇന്ദ്രൻ. ഈ ഇന്ദ്രൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തിനാ വിഷയസുഖത്തിനോട് താല്പര്യം. അതുകൊണ്ട് അദ്ദേഹം ദേവേന്ദ്രനാണെങ്കിലും മദ്യപാനമാണ്, അല്ലെങ്കിൽ നൃത്തം കാണലാണ്, അപ്സരസ്സുകളുമായിട്ടുള്ള വേഷ്ടകളാണെന്നൊക്കെ പറയാൻ കാരണം കൊണ്ടാണ്. ഈ പ്രാപഞ്ചികമായിരിക്കുന്ന വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങളിൽ കൂടിയുള്ള വിഷയങ്ങൾ കിട്ടുമ്പോൾ മനസ്സ് അതിന്റെ സുഖം അനുഭവിച്ചു കഴിയുമ്പോൾ പിന്നെ ഈശ്വരനുമായിട്ട് അടുക്കാൻ മനസ്സ് സമ്മതിക്കില്ല. അതെപ്പോഴെങ്കിലും തുടിച്ചുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? പ്രാപഞ്ചികമായ ഭൗതിക സുഖത്തിന് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്ദ്രൻ എന്ന് പറയുന്നാൽ അപ്പോൾ എപ്പോഴും ആ ഒരു ഈശ്വരീയതയിലേക്ക് കൂടുതൽ അടുക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഇന്ദ്രനെ അധികം അടുപ്പിക്കാറില്ല ആരെ? ദിതി. പക്ഷേ ഈ കാലങ്ങളായിട്ടുള്ള ഈ വ്രതാനുഷ്ഠാനത്തിന്റെ ഒരു ആലസ്യം ആരെ ബാധിച്ചു? ദിതിയെ ബാധിച്ചു. അപ്പൊ പകല് കിടന്ന് ഉറങ്ങാൻ പാടില്ല, സന്ധ്യക്ക് കിടക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് നമ്മളും വീട്ടിൽ പറയണ്ടല്ലേ, സന്ധ്യക്ക് കിടക്കരുത്, നമ്മുടെ ഉറങ്ങരുത് എന്നൊക്കെ പറയും. എന്താ കാരണം? സന്ധ്യക്ക് എന്തിനുള്ള സമയമാണ്? സീരിയൽ കാണാനുള്ള നേരം. ഇങ്ങനെ കിടന്നിറങ്ങിയാൽ സീരിയൽ കാണാൻ പറ്റുമോ? അല്ലേ? അതുകൊണ്ടാണ് സന്ധ്യാവേളയിൽ എന്ത് വേണം? നാമം ജപിക്കേണ്ട സമയമാണ്. ആ നേരത്ത് നാമം ജപിക്കണം. അല്ല സ്വാമി എപ്പോഴെങ്കിലും ജപിച്ചാൽ പോലെ അതിന് പ്രത്യേകിച്ച് വല്ല കുഴപ്പമൊക്കെ ഉണ്ടോ? അങ്ങനെ എപ്പോഴെങ്കിലും ജപിക്കാനുള്ളതല്ല. ഏത്? അപ്പോ ജപിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ സന്ധ്യാവേള ഉചിതമായ സമയമായതുകൊണ്ടാണ് അപ്പൊ എന്തായാലും അങ്ങനെ ദിതിക്ക് വല്ലാതെ ഒരു ആലസ്യം ഉണ്ടായപ്പോ തക്കം പാർത്തിരുന്ന് ഇന്ദ്രൻ ചെയ്തു. പതുക്കെ ചെന്ന് പറഞ്ഞു, അമ്മ ഇത്രയും നാളായിട്ട് ഈ വ്രതമൊക്കെ അനുഷ്ഠിക്കുകയല്ലേ, അപ്പൊ അമ്മയ്ക്ക് ഭയങ്കരമായ ക്ഷീണമില്ലേ, അമ്മയ്ക്കൊരു അതിഥി മാതാവിനെ പോലെ തന്നെയാണ് മാതാവ് എനിക്ക്, അതുകൊണ്ട് ഞാൻ അമ്മയെ ശുശ്രൂഷിക്കാൻ വന്നാണ്, അമ്മ വിഷമിക്കണ്ട, ഞാൻ ഉണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു? അമ്മയുടെ കാലെടുത്ത് മടി വെച്ചപ്പോൾ അതൊക്കെ തലോടി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ തലോടി കൊടുത്ത് ഇച്ചിരി കഴിഞ്ഞപ്പം വിധി അറിയാതെ ഉറങ്ങിപ്പോയി. വ്രതം അനുഷ്ഠിക്കുമ്പോൾ പകല് ഉറങ്ങാൻ പാടില്ല. ഈ അവസരം നോക്കി എന്ത് ചെയ്തു? ഇന്ദ്രൻ ഗർഭത്തിൽ, സൂക്ഷ്മ ശരീരമായിട്ട് ഇന്ദ്രൻ ഗർഭത്തിൽ കിടന്ന് ആ ഗർഭത്തിലുണ്ടായിരുന്ന പിണ്ടത്തെ 7 നുറുകി. അപ്പൊ അതുങ്ങൾ അവിടെ കിടന്ന് കരയാൻ തുടങ്ങിയപ്പോ പിന്നെയും ഓരോ കഷ്ണത്തെ 7 മുറുക്കാൻ. എന്നിട്ട് പറഞ്ഞു മാരുതാന്ന് പറഞ്ഞു, കരയരുത്. ദിതിദേവിക്ക് മനസ്സിലായി തന്റെ ഗർഭത്തിൽ എന്തോ സംഭവിച്ചിരിക്കുന്നെന്ന്. ഇതാ പ്രസവിച്ചപ്പോഴോ ഒരെണ്ണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ 49 എണ്ണം പുറത്തു വന്നു. അതിന്റെ കൂടെ ഒരെണ്ണം കൂടെ വന്നു, 9ാമത്തെ. ആര്? ഇന്ദ്രൻ. അതാണ് മരുത്തുക്കൾ. മാരുത എന്ന് പറഞ്ഞത് കൊണ്ട് അവര് മരുത്തുക്കൾ എന്ന പേരില് അറിയപ്പെട്ടു. അന്ന് ദിതി ശപിച്ചതാണ് അതിഥിയെ. എന്ത്? നിനക്കും ഒരിക്കൽ ഇതുപോലെ പുത്രവിയോഗത്തിന്റെ ദുഃഖം അനുഭവിക്കാൻ ഇടയാവട്ടെ എന്നൊരു ശാപമുണ്ട്. ആ ശാപഫലം കൊണ്ടാണ് ദേവകീദേവിക്കുണ്ടായ 6 പുത്രന്മാരെ കംസൻ കൊല്ലാനുണ്ടായ കാരണം എന്ന് പറയുന്നു. അങ്ങനെ ആ ഭഗവാൻ അവിടെ ദേവകീദേവിയുടെ ഉദരത്തില് ജനിക്കുന്നതിന് മുൻപ് ഭഗവാൻ യാദവകുലത്തിൽ വരാമെന്ന് ഭഗവതിയുടെ നിർദ്ദേശാനുസരണം ദേവന്മാർക്കെല്ലാം വാക്കുകൊടുത്തു. അതിന് തക്കതായ കാലമാവണം. ആ കാലത്തിൽ മാത്രമേ അവതാരമെടുക്കാൻ കഴിയുള്ളൂ. ഭാഗവതത്തിൽ അവതരിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ ഇവിടെ പറയുന്നത് പ്രസവിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ അത്യധികം പീഡ സഹിച്ചിട്ടാണ് അത്ര വലിയ
ദുഃഖം അനുഭവിക്കാത്ത ആളൊന്നുമല്ല ദേവീ ഭാഗവതത്തിലെ കൃഷ്ണൻ. കാരണം അവിടെ ശക്തി സ്വരൂപിണി ഭഗവതിയാണ്. അതുകൊണ്ട് ആ ശക്തിയുടെ ഇച്ഛയ്ക്കനുസരിച്ചല്ലാതെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് ചലിക്കാൻ കഴിയത്തില്ല ഈ പ്രപഞ്ചത്തിലെ ഒന്നിനും എന്നുള്ള ബോധം നമുക്ക്. ഉദാഹരണത്തിന് നമ്മൾ മിടുക്കരായോണ്ട് അങ്ങനെയൊക്കെ പോകണമെന്നില്ല. അപ്പൊ ഞാനിവിടെ നിന്ന് ഇങ്ങനെ ഇത്ര പറയുന്നത് എന്റെ പിന്നെ മിടുക്കാണ് എന്ന് എനിക്ക് തോന്നിയാൽ അവരിങ്ങോട്ടൊന്ന് ഇവിടെ ഒരു പിടുത്തം പിടിച്ചാൽ അപ്പൊ നമ്മുടെ മിടുക്കല്ല ഇതൊന്നും എന്ന് ബോധിക്കാതെ നോക്കണം. കാരണം രാത്രിയിൽ കിടന്നാൽ രാവിലെ എഴുന്നേക്കുന്ന എന്റെ മിടുക്കൊണ്ടാണോ? അല്ല. ആ നേരം ഉണരുന്നത് കൊണ്ട് നമ്മൾ ആരാ നമ്മളെ ഉണർത്തുന്നത്? ആ ഉള്ളിലിരിക്കുന്ന സ്വരൂപമാണ്. അപ്പൊ ആ സ്വരൂപത്തെ നമ്മള് ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടതായിട്ട് അത് ഈ ഭാഗവതത്തില് ധ്രുവൻ ഭഗവാനൊരു സ്തുതിയുണ്ട്. യോന്തഃ പ്രവിശ്യ മമ വാചം ഇമാം പ്രസുപ്താം സംജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണസ്വജാതിം പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം എന്ന് പറഞ്ഞ് ധ്രുവസ്തുതിയിലൊരു ശ്ലോകമുണ്ട്. നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടതായിരിക്കുന്ന ഊർജത്തെ തന്നുകൊണ്ട് നമ്മുടെ കാതും കണ്ണും കയ്യും കാലും എല്ലാം ചലിപ്പിച്ചുകൊണ്ട് നമ്മളെ ഈ രീതിയിൽ നടത്തുന്നതാരാണ്? ആ ഭഗവാനാണ്. അതെവിടെ ഇരിക്കുന്നത്? എന്റെ ഉള്ളിലാണ്. അപ്പൊ എന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് എനിക്ക് വേണ്ടതായിരിക്കുന്ന പ്രചോദനത്തെ തന്നെ നമ്മളെ ദേവീഭാഗവതം പറയുന്നുണ്ട്. എന്താണ്? പ്രചോദനം നമുക്കൊന്നും ബുദ്ധിക്കേകുന്ന ശക്തിയെ എന്ന് പറഞ്ഞത് തുടങ്ങുന്ന ശ്ലോകം. ആ അവിടെയും പ്രചോദനം നമുക്ക് വരുന്നാരാ? ഭഗവതിയാണ്. ഈ പിന്നെ ശക്തി എന്ന് പറയണ ഒന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ ഇല്ലാതെയാവും. ശിവൻ പോലും നിഷ്ക്രിയനായി മാറും ശക്തി ഇല്ലെങ്കിൽ. അതുകൊണ്ടാണ് ഈ എന്താ ദാക്ഷായണി അല്ലെങ്കിൽ ദക്ഷന്റെ പുത്രിയായിരിക്കുന്ന സതീദേവി തന്റെ ദേഹത്തെ ഹരിച്ചു കഴിയുമ്പോ നിഷ്ക്രിയനായി മാറിയ ഭഗവാനെ പിന്നീട് വളരെ ശ്രമപ്പെട്ട് പാർവതിയെ കൊണ്ട് വിവാഹം കഴിക്കുന്നു. കാരണം അല്ലെങ്കിൽ പ്രപഞ്ചം നിശ്ചലമായി പോകും. ശക്തി ഇപ്പോ അതിനാ നമ്മളൊക്കെ വിവാഹം കഴിക്കണം പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു പുരുഷന്റെ പൂർണ്ണത വന്ന് ആകുന്നതെപ്പോഴാണ്? തനിക്ക് ചേരാനുള്ള ആ വാമഭാഗം, അവരുടെ വാമഭാഗം ഇടത് ശക്തി വന്ന് ചേരുമ്പോഴാണ്. ശക്തിക്ക് വാസം ഇടതാണ്. സ്ത്രീ എപ്പോഴാണ് പൂർണ്ണയാകുക? ആ ജീവിതത്തിലേക്ക് ഒരു പുരുഷൻ വന്ന് ചേർന്ന് കഴിയുമ്പോഴാണ്. അത് എങ്ങനെയുള്ളതാണേലും അന്ന് ചേർന്ന് കഴിയുമ്പോഴാണ് പൂർണ്ണനാകുക. അല്ലാതെ പൂർണ്ണമാവില്ല. ആണുങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ജീവിക്കാനൊക്കെ പറ്റും. പക്ഷെ ആ ജീവിതത്തിന് എന്തില്ല? ഒരു പൂർണ്ണതയില്ല. പറയും ഒരു സ്ത്രീയുടെ ജന്മം പൂർണ്ണമാവണത് 4 ഘട്ടങ്ങളിൽ കൂടിയാന്നൊക്കെ പറയും. ഏതാ 4 ഘട്ടം? 1 വിവാഹം കഴിക്കാൻ കഴിയുക. 2 ശ്രദ്ധിച്ചു വെക്കണം, നൊന്ത് പ്രസവിക്കാൻ കഴിയുക. എന്തായി നൊന്ത് പ്രസവിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ പരിപാടിയല്ല. നൊന്ത് പ്രസവിക്കാൻ കഴിയുക. 3 മുലയൂട്ടാൻ കഴിയുക. 4 സുമംഗലിയായിട്ട് മരിക്കാൻ കഴിയുക. ഈ 4 ഘട്ടവും ഒത്തു കിട്ടിയാൽ പിന്നെ ആ സ്ത്രീക്ക് ജന്മമില്ലാന്ന് പറയാം. കാരണം അവിടെ പൂർണ്ണത എത്തി. അവരുടെ ജന്മമേ പൂർണ്ണതയിലേക്ക് എത്തിയതായിട്ട് പറയും. ഈ 4 ഘട്ടങ്ങൾ എല്ലാവർക്കും ഒന്നും ഒത്തു കിട്ടില്ല. കാരണം കർമ്മഫലം അങ്ങനെ നമ്മളെ വലിച്ചുകൊണ്ട് പോകും. അങ്ങനെ കുടിയാസാണ് കൂട്ടത്തിലില്ല. പിന്നെ അങ്ങനെ 1ഉം 2ഉം പറഞ്ഞു വരുമ്പോ ഞാൻ 3, 4, 5, 6 പറയും. അത്രയുള്ളൂ. ഞാൻ പറയും സ്വഭാവത്തിൽ നന്നാക്കാൻ പറ്റാത്ത ഒരു പുരുഷന് ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടില്ല. പക്ഷെ എവിടെയും കുഴപ്പം അറിയാമോ? നിങ്ങൾ ഈ നന്നാക്കാൻ ചെല്ലുന്ന സമയം വല്ലാത്ത സമയം. അതുകൊണ്ടാണ് സമയം നോക്കാതെ നന്നാക്കാൻ ചെല്ലുന്നതുകൊണ്ടാണ് ഈ പുരുഷന്മാർ നന്നാകത്തെ. സത്യം പറയുമോ? എനിക്ക് നല്ലൊരു ഉദാഹരണം, ഞങ്ങളുടെ അടുത്ത് തന്നെ നല്ലൊരു ഉദാഹരണമുണ്ട്. അടിച്ചേച്ച് ഇവിടെ എന്ന് പറഞ്ഞാൽ കൊന്നേച്ച് വരുന്ന ഒരു ഗുണ്ടയുണ്ട്. അവന് എന്താ പറയണ്ടേ? ദിവസവും പോലീസിന് പണി. അങ്ങനൊരു സാധനമാണ്. എവിടുന്നോ ഒരു പെൺകൊച്ച് അവന്റെ ജീവിതത്തിൽ വന്നു. 3 മാസമല്ലേ എടുത്തുള്ളൂ. അവൻ ഗുണ്ടാപ്പണി നിർത്തി കൂലിവേലയ്ക്ക് പോയി കുടുംബം പോറ്റി സുന്ദരമായിട്ട് സന്തോഷത്തോടെ കുഞ്ഞുമായി ജീവിക്കാൻ തുടങ്ങി. പക്ഷെ അധികം കാലം ജീവിക്കാൻ പറ്റില്ല. അതിനും പാടുന്നു. പക്ഷെ അവൾ ആ പെൺകൊച്ചൊറ്റ ഒരുത്തിയാണ് അവനെ സർവ്വ ഉണ്ടായിരുന്നു പിൻവലിപ്പിച്ചിട്ട്
അവൾ ആ ഒരു ജീവിതം ഉണ്ടാക്കിയെടുത്തു. അതൊക്കെ തന്നെ വലിയ ഉദാഹരണങ്ങളാണ്. കാരണം സ്ത്രീ എന്ന് പറയുന്ന സ്വരൂപം തന്നെ ശക്തിയുടെ സ്വരൂപം. നിങ്ങൾക്കറിയത്തില്ല നിങ്ങളുടെ ശക്തി. അതുകൊണ്ടാണ് നിങ്ങൾ പ്രകൃതിയുടെ ഭാഗമാണ്, പ്രകൃതിയാണ് നിങ്ങൾ. ആ പ്രകൃതിക്ക് എത്രമാത്രം കരുത്തുണ്ടോ ആ കരുത്തിന്റെ ആവാഹനം ചെയ്തു വെച്ച് വന്നിട്ടുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. എന്ന് പറഞ്ഞ് ഇന്ന് വീട്ടിൽ പോയി പരീക്ഷിക്കൊന്നും ചെയ്യരുത്. സ്വാമി പറഞ്ഞായിരുന്നു സ്ത്രീ ശക്തിയാണ്, ചില ആവാഹനമൊക്കെ നടത്തിയതാണെന്ന് പറഞ്ഞത് നീ ഒന്ന് നോക്കിക്കളയാം എന്ന് പറഞ്ഞാലും പരീക്ഷിക്കരുത്. അല്ല, ചിലർ അങ്ങനെയുണ്ട്, എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഉടനെ പോയി പരീക്ഷിക്കണം എന്നൊരു ചിന്തയുള്ളവരുണ്ടാവും. കാരണം ആ ഒരു എന്താ പറയാ, പ്രകൃതിയുടേതായിരിക്കുന്ന സർവവിധമായിരിക്കുന്ന ശക്തിയെയും സ്വരൂപിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വന്നവരാ സ്ത്രീകൾ. അതുകൊണ്ട് സ്ത്രീക്ക് അപാരമായിരിക്കുന്ന സ്ഥാനമുണ്ട് നമ്മുടെ സംസ്കാര പ്രകാരം. അതുകൊണ്ടാ ഇന്നും നാരീപൂജകൾ നടക്കണം. ഇല്ലേ, നടക്കാറില്ലേ നാരീപൂജ? എവിടെങ്കിലും ഒരു പുരുഷനെ വിളിച്ചിട്ട് ആരെങ്കിലും ഇന്നുവരെ പൂജിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? സ്ത്രീക്ക് എത്രമാത്രം പ്രാധാന്യം ഭാരത സംസ്കാരത്തിലുണ്ട്. പ്രകൃതിയെ പോലും നോക്കൂ, മാതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ലേ? നദികളെ മാതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോ മാതാവിനെ ഇനി അതിൽ നോക്കൂ, ആകപ്പാടെ ഞങ്ങൾക്ക് ഒരു പിടി ഉണ്ടായിരുന്ന റേഷൻ കാർഡാണ്. അതൊരു ഭാവമില്ല, സ്ത്രീയുടെ കയ്യില്ല. അങ്ങനെ ഞങ്ങൾക്കുണ്ടായിരുന്ന പിടി മുഴുവൻ നഷ്ടപ്പെട്ടു. നിങ്ങൾ നിസ്സാരക്കാരാണോ? ഇല്ല. നമ്മുടെ ശക്തി നമ്മൾ അറിയണില്ല എന്ന് മാത്രം. അതെന്ത് വേണം? ഈ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ശക്തിയെ വേണ്ട സമയത്ത് വേണ്ടവണ്ണം പറയും. ചെല്ലു പറയാണ്ട പേടിപ്പിച്ച് 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 4 പേര് പേടിപ്പിച്ച് 5 പേര് പേടിപ്പിച്ച് എന്ന് പറയും. അവൾ ആ നേരത്തെ തറച്ചൊരു നോട്ടം നോക്കാമെങ്കിൽ 4 എണ്ണം അല്ല 40 എണ്ണം വന്നാലും അവിടുന്ന് ചലിക്കത്തില്ല. ഞാൻ പറഞ്ഞു, ഒരു സ്ത്രീ തറപ്പിച്ചൊരു നോട്ടം നോക്കിയാൽ ആ പുരുഷൻ പിന്നെ അവിടുന്ന് ചലിക്കില്ല. പക്ഷെ ഞങ്ങൾ നോക്കത്തില്ല സ്വാമി, അതാണ് ഞങ്ങളുടെ കുഴപ്പം. എന്നിട്ട് പേടിപ്പിച്ചെന്ന് പറഞ്ഞു നടക്കും. അതാണ് കുഴപ്പം. നിങ്ങൾ തന്നെ പറയാറില്ല അവന്റെ നോട്ടം അത്ര ശരിയല്ല എന്ന് പറയാറില്ലേ? എന്താ പറയാറില്ലേ? ഓരോരുത്തർ നമുക്ക് പറയല്ലേ അവന്റെ നോട്ടം എന്താ അടി, അത് അത്ര ശരിയല്ലോ. നിങ്ങളെന്തായാലും തിരിച്ചു നല്ല സൂക്ഷ്മമായിട്ടൊരു നോട്ടം നോക്കി അവൻ അപ്പോഴേ അവിടുന്ന് വണ്ടി വിടും. പിന്നെ അവനവിടെ നിൽക്കില്ല ഒരു സെക്കൻഡ് പോലും. അത്ര ശക്തിയുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് ആ മാതാ പിതാ ഗുരു എന്ന് പറയാൻ കാരണം അമ്മയ്ക്ക് പരമമായ സ്ഥാനം കൊടുത്ത ശക്തിയായതുകൊണ്ട്. ഓരോരുത്തരും ചേർത്ത് ദേവന്മാരെ ചേർത്ത് പറയുമ്പോഴും ആദ്യ സ്ഥാനം കൊടുക്കുന്ന ആർക്കാണ്? ഭാര്യമാർക്കാ അല്ലേ? ഉമാ മഹേശ്വരൻ, ലക്ഷ്മി, നാരായണൻ. അല്ലാതെ അവിടെ നിന്ന് നാരായണന്റെ പേര് ആദ്യം പറഞ്ഞില്ല. എന്താണ്? ശക്തിക്ക് അത്യധികമായ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ശക്തി ഉപാസകരായി നമ്മുടെ മേശാന്തി ഉൾപ്പെടെ. ശരിയായി. ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള വിഷയം സംസാരിച്ചില്ല. പക്ഷെ അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതിന്റെ ഒരു ഇതാണ്. അപ്പൊ ഇതുപോലെ അപ്പൊ അതുകൊണ്ട് ഈ എന്താ പറയുക, ഉണ്ണിയെ കാണുമ്പോഴേ അറിയാം. ഉദ്ദേശിച്ച് എനിക്കൊക്കെ ഒറ്റ നോട്ടത്തിൽ അറിയാം ഇത് അമിതാണോ ഓലപ്പടക്കമാണോ അതോ കമ്പിത്തിരിയാണോ എന്നൊക്കെ. അങ്ങനെ ഒരു ഗുണം നൽകാൻ തന്നിട്ടുണ്ട്. ഒരുമാതിരി ഒരു നോട്ടം നോക്കിയാൽ അത്യാവശ്യം വേണ്ടതൊക്കെ ഇനി തരും. പോട്ടെ. അപ്പൊ അതുകൊണ്ട് എന്ന് പറഞ്ഞ് ആരും വരണ്ട, സ്വാമി നോക്കിയ തന്നെ എന്ന് പറഞ്ഞ് ആരും വരണ്ട. അപ്പോ ഈ ശക്തി എന്ന് പറയുന്ന സ്വരൂപത്തെ ഈശ്വരനോട് അല്ലെങ്കിൽ ബ്രഹ്മത്തോട് ചേർത്ത് ഇത് രണ്ടും ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഈ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന 2 ഭാഗങ്ങളാണ് ഈശ്വരനും ഈശ്വരിയും. ഒരു നാണയത്തിന്റെ 2 വശം പോലെ ബ്രഹ്മത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന 2 ഭാഗങ്ങളാണ് ഈ ഈശ്വരനും ഈശ്വരിയും. ഒന്ന് ചേർന്ന് കഴിയുമ്പോൾ രണ്ടും
ഒന്ന്. അതുകൊണ്ടാണ് നമുക്ക് അർദ്ധനാരീശ്വര സങ്കല്പം തന്നത്. രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. അത് ലയിച്ചു നിൽക്കുമ്പോഴാണ് കൂടുതൽ കരുത്തുണ്ടാവുക. ഡൈവോഴ്സ് ചെയ്ത അത്രയും ഇതുണ്ടാവില്ല. നമ്മുടെ വിശ്വാസപ്രകാരം ഫ്രീഡം കൂടുതൽ ഡൈവോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെ കല്യാണം കഴിക്കാറുമ്പോഴാണ്. നല്ല ശരിക്കും ഫ്രീഡം എപ്പോഴാണ്? കല്യാണം കഴിച്ചു കഴിയുമ്പോഴാണ്. പിന്നെ അതിനെടുത്ത് കാണിക്കുന്ന ഒരു ഭാഗം മനുസ്മൃതിയുടെ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞു. സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞു. അതിന് മുമ്പുണ്ടെന്ന് ഒരു 3-4 കാര്യം കൂടെ. എന്താ? പിത്രോ രക്ഷതി കൗമാരെ, ഭർത്രോ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യേ, സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. കൗമാരകാലങ്ങളിൽ പിതാവിനാൽ സംരക്ഷിക്കപ്പെടുന്നു, യൗവനകാലത്ത് ഭർത്താവിനാൽ സംരക്ഷിക്കപ്പെടുന്നു, വാർദ്ധക്യകാലത്ത് പുത്രന്മാരാൽ സംരക്ഷിക്കപ്പെടുന്ന ആ സ്ത്രീക്ക് നമ്മൾ എന്ത് കൊടുക്കണം? വേണ്ടതായ ആദരവിനെ കൊടുക്കണം. കാരണം ഒരു സൃഷ്ടിയുടെ കലയെ പരിപൂർണമായിട്ട് വ്യാപിക്കുന്നവളാണ് ശക്തി. അച്ഛൻ മാത്രം വിചാരിച്ചാൽ സൃഷ്ടി നടക്കൂല. വെക്കോ? അമ്മ വിചാരിക്കണം. അപ്പോ അതിനെ കൊണ്ട് നടന്ന് വളർത്തിയെടുത്ത് ഒരു തലം വരെ എത്തിക്കുന്നത് ആ മാതാവാണ്. അതുകൊണ്ടാണ് മക്കൾക്ക് കൂടുതലും അടുപ്പം ആരോടായിരിക്കും? അമ്മയോടാ. എപ്പോ വരെ? സ്വന്തം കല്യാണം കഴിക്കുന്നത് പോലെ. അത് കഴിയുമ്പോ എവിടെ കൊണ്ട് കളയും? ഓൾഡ് സ്റ്റോറേജ് ഹോമിൽ കൊണ്ട് കളയും അല്ലേ? അതുവരെ ഉള്ളൂ. പെമ്മക്കാരോടാ കൂടുതൽ ഇഷ്ടം വരിക. എന്താ അങ്ങനെ? ഈ ആമക്കൾക്ക് അമ്മയോടും പെൺമക്കൾക്ക് അച്ഛനോടും എന്താ ഇത്ര സ്നേഹം വരാൻ കഴിയും? അത് മുമ്പേ പറഞ്ഞതാ. എന്താ? പിത്രോ രക്ഷതി കൗമാരേ. കല്യാണം കഴിയുമ്പം ആരോട് സ്നേഹം കുറയും? അച്ഛനോട് സ്നേഹം കുറയും. അന്നേരം ആര് വന്നു? അടുത്ത പുരുഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയും. പിന്നെ ആരോടാ സ്നേഹം? ഭർത്താവിനോടാ. പിന്നെ അച്ഛൻ അത്ര വലിയ ആളൊന്നും വേണ്ട, എന്നെ കെട്ടിക്കൊണ്ടെന്ന് മതി എനിക്കത് അല്ലേ? അത് കഴിയുമ്പോ പിന്നെ അടുത്ത സെക്ഷൻ ആർക്കാ? പുത്രനുണ്ടായ പുത്രൻ അന്നേരം ആരെ മാറ്റി നിർത്തും? ഭർത്താവിന് ഒരു മൂലക്കൊണ്ടിരുത്തും. എന്താണ്? ഇനി നിങ്ങൾ കഴിയണ്ട, എനിക്ക് എന്റെ മോന് അപാരമായ സ്വാതന്ത്ര്യത്തെ തന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം. എന്ന് വെച്ചാൽ ഈ 3 കാലങ്ങളിലും ഒരു സ്ത്രീ ഒരിക്കലും സംരക്ഷണമില്ലാതെ സ്വാതന്ത്ര്യമില്ലാതെ പോവാൻ പാടില്ല. കൗമാരകാലത്ത് അച്ഛൻ യുവാവാണ്, യൗവനകാലത്ത് ഭർത്താവ് യുവാവാണ്, പിന്നെ വാർദ്ധക്യമാകുമ്പോൾ പുത്രൻ യുവാവാണ്. 3 കാലത്തും സംരക്ഷിക്കപ്പെടുന്ന 3 കരുത്തന്മാരായ യുവാക്കന്മാരാണ്. അവർക്ക് അതിൽ കൂടുതൽ എന്താ സ്വാതന്ത്ര്യം വേണ്ടേ? അപ്പൊ നിങ്ങളൊക്കെ 50-50 പിടിച്ചോണ്ടിരിക്കല്ലേ? ഞങ്ങൾക്കും ആണുങ്ങൾ അത്ര എന്തിനായി മോളിയും താഴോട്ടിറങ്ങി വരുന്നത്? നിങ്ങളെ ഈ തൂണിന്റെ മുകളിൽ ഇരുത്തിയിരിക്കുക, ഞങ്ങൾ ഇരിക്കുന്ന അതിന്റെ താഴെയാ. ഈ മുകളിൽ ഇരിക്കുന്ന നിങ്ങൾ താഴോട്ടിറങ്ങി വരേണ്ട കാര്യമുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ നിസ്സാരക്കാരല്ല കേട്ടോ, അങ്ങനെ വിചാരിച്ചു കളയരുത്. അതുകൊണ്ടാണ് ശക്തിക്ക് എത്രമാത്രം പ്രാധാന്യം, ഭഗവതിക്ക് എത്രമാത്രം പ്രാധാന്യം. കേരളത്തിൽ നോക്കിക്കോളൂ, ഏറ്റവും കൂടുതൽ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദേവീക്ഷേത്രങ്ങളാണ്. എന്താണ്? പ്രത്യേകിച്ച് കേരളത്തില് ഭഗവതിക്ക് അത്യധികമായ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. പ്രത്യേകിച്ച് ഭദ്രകാളിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. കാരണം കേരളത്തിന്റെ കുലദൈവം എന്ന് പറയുന്നത് ഭദ്രകാളി ആണെന്ന് വേണം പറയാം. അത്രമാത്രം ശക്തിയുള്ള സ്വരൂപമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ ഒരു ഭഗവതിയുടെ നിർദ്ദേശാനുസരണം ദേവനിക്കും വസുദേവർക്കും പുത്രനായി പിറക്കുന്ന ഭഗവാൻ ഹംസാദികളെയൊക്കെ നിഗ്രഹിച്ചുകൊണ്ട് ആ ദുഷ്ടസംഗമത്തെ അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ വർധനവിനെ ഇല്ലാതെയാക്കിക്കൊണ്ട് തന്നെ ധർമ്മപത്നിയായിരിക്കുന്ന ഭൂമിദേവിയുടെ താപത്തെ തീർക്കാൻ വേണ്ടിയിട്ടാണ്. ചില പറയാറുണ്ട് കംസ നിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് വന്നതാണ്. അല്ല, ഭൂമിയുടെ ഭാരത്തെ തീർക്കുക എന്നുള്ള ലക്ഷ്യം. 1. 2, രണ്ടുപേരെ
അനുഗ്രഹിച്ചു വിടണമായിരുന്നു. അതിനുവേണ്ടി കൂടി എടുത്ത അവതാരമാണ്. ഒന്ന് ശിശുപാലനെയും ഒന്ന് ദന്തഭക്തനെയും. ഈ രണ്ടുപേരെ കൂടെ ദ്വാപരയുഗത്തില് ശ്രീകൃഷ്ണാവതാര കാലത്ത് പറഞ്ഞു വിടേണ്ടതായിട്ടുണ്ട്. എവിടെയൊക്കെ? വൈകുണ്ഠത്തിലേക്ക്. അതുകൊണ്ടാണ് ആ അവതാര സ്വരൂപങ്ങൾ എടുക്കാനുള്ള കാരണം. അപ്പൊ അതും അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോഴാണ് പിന്നെ ഈ നാരായണൻ എന്താ ഇങ്ങനെ ഈ വേഷങ്ങളൊക്കെ കെട്ടാനുണ്ടായ കാരണം എന്ന് ചോദിക്കുമ്പം അവിടെ പറയേണ്ടത് നാരായണനും കിട്ടിയ അത്രയും ഒരു ശാപം. നോക്കിയാണേ, സാക്ഷാൽ നാരായണനും ഉണ്ടായി ഒരു ശാപം. അതുകൊണ്ടാണ് ഇങ്ങനെ വിവിധങ്ങളായ രൂപഭാവങ്ങളൊക്കെ എടുക്കേണ്ടി വന്നതെന്നാണ്. എന്താ കാരണം? ദേവാസുര യുദ്ധകാലത്ത് ഈ ദേവന്മാര് ഇങ്ങനെ വിജയിച്ചു വന്ന ഒരവസരത്തില് അസുരന്മാരെല്ലാം കൂടി ശുക്രാചാര്യരവില്ലായിരുന്നു. ആ സമയത്ത് കാവ്യമാതാവിന്റെ അരികിൽ ചെന്നിട്ട് ശരണം പ്രാപിച്ചു എന്നാണ് കഥയൊക്കെ ചുരുക്കി പറയും. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ കാവ്യമാതാവ് എന്ത് ചെയ്തു? ഇവരെ രക്ഷിക്കാമെന്ന് വാക്കുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തോളൂ, എന്നിലേക്ക് പ്രവേശിച്ചോളൂ, ഈ ദേവന്മാരെയൊക്കെ ഞാൻ ഉറക്കിത്തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ അസുരന്മാരൊക്കെ കാവ്യമാതാവിന്റെ രക്ഷണത്തിലെത്തുമ്പോ നാരായണൻ വന്ന സുദർശന ചക്രം കൊണ്ട് കാവ്യമാതാവിനെ നിഗ്രഹിക്കും. സ്ത്രീയെ വധിക്കുക എന്നത് ഏറ്റവും വലിയൊരു അപരാധമായിട്ടാണ് അറിയാം. സ്ത്രീയെ വധിക്കാന്ന് മാത്രമല്ല, സ്ത്രീയെ ഉപദ്രവിക്കാൻ പാടില്ല എന്നാ പറയാം. സ്ത്രീകളെ ഉപദ്രവിക്കുന്നവൻ പുരുഷനല്ല എന്നാണ് അങ്ങനെയുടെ പറയാറുണ്ട്. അതവന്റെ ഏറ്റവും കഴിവുകെട്ട അവസ്ഥയാണ് ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ. പിന്നെ ചിലരുണ്ട്, ചേട്ടൻ തന്നാലേ ഞാൻ പോകൂ എന്ന് പറയുന്ന ചില ആൾക്കാര് ഉണ്ട്. കിട്ടാനുള്ളത് കിട്ടാതെ എന്ന് പറഞ്ഞ പോലെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് അനുഭവങ്ങളാണ് പറയുന്നത്. ഞങ്ങൾക്കുണ്ടായിരുന്നൊരു ചേച്ചി, പുള്ളിക്കാരിക്ക് എന്നും വൈകുന്നേരം ഒരു തൊട്ട് കിട്ടിയാലേ ചേച്ചി പോയിട്ട് നോക്കും. ഒരു ദിവസം ഞാനിങ്ങനെ കൊണ്ട് ചെല്ലുമ്പോൾ എന്നെ വലിയ കാര്യം നമ്മളിങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ ചേട്ടൻ കൽപ്പണിയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ വൈകുന്നേരം വരുമ്പോൾ വെട്ടം വാങ്ങിയ വിളിച്ചത് പോയി എന്നൊക്കെ ഇട്ടൊക്കെ ഒന്ന് വരും. അങ്ങനെയൊക്കെ പോയിട്ട് വരുമ്പം ഒരു ദിവസം എത്തിയിട്ട് കയറി വന്നപ്പോഴത്തേക്ക് ഏതാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അങ്ങോട്ടില്ല, ഒരു കയറിപ്പോടി നീ തല്ലി മേടിക്കും, എന്നാ നിങ്ങളെല്ലാം തല്ലിക്കും, ഞാൻ വേണ്ടേ. ഈ വിശ്വനാഥൻ വരുന്നുണ്ട്, വിശാല കുട്ടികളെ നീ തല്ലുകൊള്ളല്ലേ, നീ കയറിപ്പൊടി, എന്നാ നിങ്ങളെ തല്ലുവോ വിശാല ഉപയോഗിച്ച് തന്നെ എന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് നോക്കി എടുക്കുമെന്ന് ഒരു ഒച്ച ചേച്ചി അകത്ത് കയറി. അത് വളരെ ശരിക്കും സ്ത്രീകളെ ഉപദ്രവിക്കാൻ പാടില്ല, അവരെ ആദരിക്കേണ്ടതാണെന്നാണ്. അപ്പോ കാരണം ഈ ഒരു മാതൃഭാവം നിലനിൽക്കുന്നത് കൊണ്ടാണ്, പ്രകൃതിക്ക് മുഴുവനുള്ള ഒരു മാതൃഭാവം സ്ത്രീകളിൽ കൽപ്പിക്കുന്നത് കൊണ്ടാണ് സ്ത്രീകളെ ഉപദ്രവിക്കരുത്. അപ്പം സ്ത്രീകളെ നിഗ്രഹിക്കാൻ പാടില്ല, കൊല്ലാൻ പാടില്ല എന്നാണ്. അങ്ങനെയുള്ള സംസ്കാരമൊക്കെ ആയിരുന്നു നമ്മുടേത്. സ്ത്രീകൾക്ക് ശിക്ഷ കൊടുത്താലും വധം ശിക്ഷയൊന്നും അങ്ങനെ കൊടുക്കില്ല. അപ്പോ ആ കാവ്യമാതാവിനെ നിഗ്രഹിച്ചപ്പോ അത് അത്രമാത്രം വലിയൊരു അപരാധമായിട്ട് മാറി. അതിന്റെ ശാപം ഉണ്ടായിരുന്നാണ്. ആ ശാപം കൊണ്ടാണ് ഇങ്ങനെ ഈ ഭൂമിയിൽ വന്ന് വിവിധങ്ങളായിരിക്കുന്ന, അന്ന് ശപിച്ചതാത്രയും, ഈ ഭൂമിയിലെ വിവിധങ്ങളായിരിക്കുന്ന ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരും, അന്ന് നീ ഭാര്യാവിരഹമൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു. അതിന്റെ കാരണമാണ് രാമാവതാര കാലത്ത് സീതാദേവിയെ നഷ്ടപ്പെടേണ്ടി വന്നതും അതിന്റെ ദുഃഖമൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നതുമൊക്കെ. ഇവിടൊക്കെ ശരിക്കും ദേവീഭാഗവത്തിൽ ഇതെല്ലാം പ്രാകൃതമായ അവസ്ഥയിൽ തന്നെ പറയാം. ആ മനുഷ്യരൂപം സ്വീകരിച്ചത് ആ മനുഷ്യൻ എന്തെല്ലാം ദുഃഖ ദുരിതാദികൾ അനുഭവിക്കുന്നുണ്ടോ അത് മുഴുവൻ ആ പ്രാകൃതമായ അവസ്ഥയിൽ തന്നെയാണ് പറയുക. പക്ഷെ ഭാഗവതത്തിലേക്ക് വരുമ്പോൾ വ്യത്യാസം വെച്ചാൽ ഭഗവാനെ പരിപൂർണമായിരിക്കുന്ന പരിപൂർണതമ അവതാരം എന്ന് പറയാം. അവിടെ ഭഗവാനാണ് സർവസ്വം ഇരിക്കുന്നത്. നമുക്കൊരു സംശയം തോന്നും, ഈ ദേവീ ഭാഗവതത്തിലേക്ക് വരുമ്പോൾ ദേവിയാണ് ശക്തത, ഭാഗവതത്തിലേക്ക് വരുമ്പം നാരായണനാണ് ശക്തൻ, ശിവപുരാണത്തിൽ വരുമ്പം ശിവനാണ് സർവസ്വം തോന്നും. ഇതെല്ലാം വിവിധങ്ങളായിരിക്കുന്ന ഭാവങ്ങളിൽ കൂടി ലക്ഷ്യമെന്ന മാർഗം വിവിധങ്ങളുമാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ആളിനെ ആവില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണോ? അല്ല, നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഇഷ്ടങ്ങളാണ്. ഗണപതിയെ മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ട്,
നാരായണനെ മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ട്, മഹാദേവനെ മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ട്, ദേവിയെ മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് നമുക്ക് 33 കോടി ദേവതാ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം. അതുകൊണ്ടാണ് അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ളതിനെ സ്വീകരിക്കാം. പക്ഷെ ചെന്ന് ചേർന്ന എവിടെയാണ്? എല്ലാം ആ ഒരു തലത്തിൽ തന്നെ ചെല്ലത്തുള്ളൂ. ഈ നദികളെല്ലാം കൂടെ എവിടുന്ന് വഴിയെല്ലാം ഒഴുകി വന്നാൽ എവിടെ ചെന്ന് തീരും? കടലിൽ ചെന്ന് തീരും എന്ന് പറയല്ലേ, സാഗരത്തിൽ ചെന്ന് തീരും എന്ന് പറയുന്ന പോലെ ഏത് കർമ്മങ്ങൾ ചെയ്താലും ചെന്ന് ചേരുന്നത് ആ പരബ്രഹ്മ സ്വരൂപത്തിന്. അതിനൊരു പേര് കൊടുത്തു നാരായണൻ എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ആ പരബ്രഹ്മത്തിലാണ് ചെന്ന് ലയിക്കുക. അപ്പൊ നമ്മൾ വന്നതും അവിടെ നിന്നാണ്. അപ്പൊ നമ്മളും ചെന്ന് എത്തിപ്പെടേണ്ടത് അവിടെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആ ഒരു ശാപങ്ങൾ കൊണ്ടാണ്. അപ്പൊ നോക്കൂ, സാക്ഷാൽ നാരായണനെ പോലും ശപിക്കാൻ ഭൂമിയിലുള്ളവർക്ക് കഴിഞ്ഞു. അതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. സാക്ഷാൽ നാരായണനെ പോലും തപസ്വികളായവർക്ക് ശപിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. മനുഷ്യന് ദേവനേക്കാൾ മുകളിലേക്ക് ഉയരാനുള്ള അവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് നമ്മളതിന് ശ്രമിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു തലത്തിലേക്ക് ഉയരാൻ കഴിയാത്തത്. വേണ്ടവണ്ണം ജീവിത രീതിയെ കൊണ്ടുപോകാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു തലത്തിലേക്ക് വളരാൻ സാധിക്കുക. നമ്മൾ ഈ ഭൗതികതയുടെ പിന്നാലെ ഓടിയത് കൊണ്ട് ആ ആന്തരികമായ സുഖം എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ വന്നത് കൊണ്ടാണ്. അപ്പൊ പിന്നീട് അങ്ങോട്ടാണ് ഈ ശുക്രൻ പിന്നെ തപസ് ചെയ്യാൻ പോകുന്ന ഒരു കഥയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പായിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, അത് നമുക്ക് നാളെ നോക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഈ ഭദ്രകാളി എന്ന് പറയുന്ന ഒരു സ്വരൂപം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടാവോ? ഈ ഭദ്രകാളി അറിയണം. ആരാ ഭദ്രകാളി? നമ്മളൊക്കെ തന്നെ അല്ലേ? സമ്മതിച്ചല്ലോ, നമ്മൾ തന്നെ ഭദ്രകാളി. ഇതെല്ലാം അകത്തുള്ള സ്വരൂപങ്ങളാണ്. ഇതിനെല്ലാം അകത്തുനിന്നാണ് നമ്മൾ പുറത്തോട്ടെടുക്കുക. പുറത്ത് വരുമ്പോൾ സ്വഭാവം മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഭാവത്തിന് മാറ്റം, സ്വഭാവം, സ്വന്തം ഭാവം. ഈ പറയും, എത്ര വലിയ നല്ലവൻ ചമയാൻ ശ്രമിച്ചാലും ഈ സ്വത്വം എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. നമ്മുടെ അടിത്തട്ടിൽ കിടക്കുന്നതാണ് ഈ സ്വത്വം. ഏതെങ്കിലും അവസരത്തിൽ ഇവന്റെ യഥാർത്ഥ സ്വരൂപം പുറത്തു വരും. നമ്മളൊക്കെ ശരിക്കും നല്ല ഓസ്കാർ അവാർഡിന് അർഹരാണ്. അത്ര നല്ല അഭിനയം ഓരോരുത്തരുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. ചിലപ്പോ എനിക്ക് ചിരി വന്നിട്ട് ചിലരെ കാണുമ്പോൾ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു, യോടി എത്ര കാലായി കണ്ടിട്ട് നിന്നെ ഞാൻ എന്നും ഓർക്കം കിട്ടോ. എനിക്ക് അയ്യോ, ഞാന് ഇതേ കുറച്ച് മുമ്പൂടെ ഞാൻ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്നെ അയ്യോ ഇത്ര കാലം കണ്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും ഈ സാധനത്തിനെ അറിയാമോ? എന്റെ പൊന്നടി വാസന്തി, ഓ അന്യായ സാധന. ഞാൻ ഇതിനെയൊക്കെ കാണുമ്പോഴേ എനിക്കങ്ങനെ എന്താ, പിന്നെ കാണുമ്പോ എങ്ങനെ ആടി എന്തെങ്കിലും ഒന്ന് പറയാം. ആദ്യം പറഞ്ഞു അല്ലേ? കണ്ടപ്പോ എന്തൊരു അഭിനയായിരുന്നു. വല്ല മേക്കപ്പ് കിട്ടും നമ്മള്? ഒന്നുമില്ല. നാച്ചുറൽ ആക്ടിങ് നമുക്ക് ആ സമയത്ത് വരും. പിന്നെ നമ്മുടെ സത്യത്തിൽ എല്ലാവരുടെയും മുമ്പിൽ ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ അഭിനയിക്കുകയാണ്. എന്റെ ചേട്ടനോ എന്റെ ചങ്കെന്നാ പറയാം. അവിടെ നിന്നാണ് ആ ചേട്ടനൊരു ചങ്കിന്റെ ആവശ്യം വരട്ടെ, അപ്പൊ കൊടുക്കുമോ അറിയാലോ. അപ്പൊ ചേട്ടൻ നമുക്ക് ലക്ഷങ്ങൾ കൊടുത്താലും വേണ്ടില്ല, ചേട്ടന്റെ ചങ്ക് ഞാനല്ലേ, ഈ പ്രത്യേകിച്ച് എന്തിനാ എന്റെ ചങ്ക്? അതുപോലെ ഭർത്താവ് ഭാര്യയുടെ മുമ്പിൽ ഭംഗിയായ അഭിനയാണ്. നീ അല്ലാതെ എനിക്കോ? പക്ഷെ പുറത്തോടെ പറയണം വേവരാളിയാണ്. മക്കൾ അച്ഛനമ്മമാരുണ്ട്, അതിനേക്കാൾ വലിയ അഭിനയമാണ്. എനിക്കെല്ലാം എന്റെ അച്ഛനും അമ്മയും കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറയും. വലിയ ചെറുത്തം പറയട്ടെ ഐ ലവ് യു എന്ന്, പിറ്റേ ദിവസം അവന്റെ കൂടെ പോകും. അതുവരെ ചങ്കായിരുന്ന അച്ഛനും അമ്മയും സ്വാഹ. ഇല്ലയോ? ചിന്തിച്ചു നോക്കും, നമ്മൾ എത്ര ഭംഗിയായിട്ട് ഓരോരുത്തരുടെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കണേ ഇല്ലേ? നമ്മൾ സാത്വികരാണ്, നല്ലവരാണ്. നമ്മളെപ്പോലൊരു നല്ലവൻ ഈ ലോകത്ത് വേറെ. ഞാൻ പറയും, ഞങ്ങളുടെയൊക്കെ സ്വഭാവം അറിയണമെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ പുറകിന് വരണം. അപ്പോൾ അറിയാം യഥാർത്ഥ രൂപം എന്താണ്.
ചെല്ലു പറയും സ്വാമി പാവമാണ്, ഞാൻ എന്റെ സ്വഭാവം അറിയാത്തുണ്ട, ഞാൻ ആളെ പാവമാണ്. പക്ഷെ എന്റെ യഥാർത്ഥ സ്വരൂപം എന്താ നാട്ടിൽ പറയാറ്? ഭാര്യയ്ക്ക് പോലും അറിയത്തില്ല, ഇതുവരെ അമ്മയ്ക്ക് പിടികിട്ടില്ല, പിന്നല്ലേ ഭാര്യ. എപ്പോഴാ എന്റെ സ്വഭാവം മാറാൻ അവർക്ക് പോലും അറിയില്ല. സ്വഭാവം മാറി അപ്പോഴേ രണ്ടും അകത്ത് കയറും, പിന്നെ പുറത്ത് കാണില്ല. അത് ചില നേരത്തെ വരും എന്ന് മാത്രം, എപ്പോഴൊന്നും ഇല്ല മാത്രം. അപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ സ്വരൂപത്തെ, സ്വത്വത്തെ എപ്പോഴാ പുറത്ത് വരികയെന്നറിയില്ല. ആ സ്വത്വത്തെയാണ് ശരിക്കും പേടിക്കേണ്ടത്. കാരണം ഈ അകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഈ സ്വത്വം എന്ന സ്വരൂപം, അത് ഏത് ഭാവത്തിന് ശരിക്കും പറയും, എനിക്ക് തന്നെ എന്നെ അറിയില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ? എനിക്ക് തന്നെ എന്നെ അറിയാത്ത ഒരവസ്ഥ, ആ സ്വത്വത്തെ അത് എങ്ങനെ, ഏത് രൂപത്തിൽ, ഏത് ഭാവത്തിൽ പുറത്തേക്ക് വരും നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ പറ്റില്ല. അത് ഓരോ സാഹചര്യങ്ങൾക്ക് അനുസൃതമാണ് ആ ഭാവം വന്നത്. പുറമേ കുറെ സൗന്ദര്യമുള്ളത് കൊണ്ട് അകത്ത് സൗന്ദര്യം ഉണ്ടാവുന്ന നിർബന്ധമൊന്നുമില്ല. ഉണ്ടോ? നമ്മളെപ്പോഴും ചിരിച്ചു നടക്കുന്നവരെ നോക്കണം. ആരും കാണാതെ പോയിരുന്ന് കരയുന്നത് കാണാം. ചിലർ എന്തു പറഞ്ഞാലും ഉടനെ കരയും. ഏറ്റവും കൂടുതൽ കള്ളത്തരമുള്ളതാണ് പറയില്ല. എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ ഉടനെ എന്ന് പറഞ്ഞു ഓർത്തോടെ ഏറ്റവും കൂടുതൽ കള്ളത്തരം പറയില്ല. അത് നമുക്ക് ആ സമയത്ത് പിടിച്ചു നിൽക്കാനുള്ള ഒരു അവസ്ഥയെ ഉണ്ടാക്കിയെടുക്കലാണ് നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന സ്വരൂപങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ടാണ് ദേവനും അസുരനും എല്ലാം നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഭാവം സാത്വികമായ തലത്തിലാണെങ്കിൽ അത് ദേവഭാവമായി, തമോ ഗുണാവസ്ഥയിലാണെങ്കിൽ അത് ആസുരീഭാവമായി. നമ്മുടെ കർമ്മം സാത്വികമാണെങ്കിൽ അത് ദേവകർമ്മമായി, തിരിച്ചാണെങ്കിൽ ആസുരീ കർമ്മമായി. മറ്റൊരാൾക്ക് ദോഷം വരണമെന്ന് വിചാരിച്ച് നമ്മളൊരു കർമ്മം ചെയ്താൽ ആസുരകർമ്മമാണ്. മറ്റൊരുവിന് നന്മ ചെയ്യണം, ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് ചെയ്താൽ അത് ദേവകർമ്മമായി. അതുകൊണ്ടാണ് നമ്മുടെ ഗുരുക്കന്മാരെല്ലാം പ്രാർത്ഥിച്ചത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് സുഖമുണ്ടാവണമെന്നും അല്ല പ്രാർത്ഥിച്ചത്, ലോകത്തിന് മുഴുവൻ സുഖമുണ്ടാവണം എന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുണ്ടാണ്. അതിനകത്ത് ആരും പെടും, നമ്മളും പെടും. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, എന്റെ ഭഗവാനെ ആരെയും നോക്കിയില്ലേലും എന്നെ നോക്കിക്കൊന്നു. അതെന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഞാൻ നിലനിന്നാലേ എന്നെ ആശ്രയിക്കുന്നവർക്ക് നിലനിൽപ്പുള്ളൂ, ഇല്ലേ? ശരിയല്ല. ഇപ്പൊ എന്റെ അടുത്ത് സങ്കടം പറയാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇവരെയൊക്കെ സങ്കടം കേൾക്കാൻ ഞാൻ ഉണ്ടായാലല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ആരെ നോക്കിയാൽ മതി എന്ന് പറയും. അപ്പോ ഭദ്രകാളി എന്ന് പറഞ്ഞാല് കാലത്തിന്റെ സ്വരൂപം. ശരിക്കും കാളി അല്ലായിരുന്നു, കാലി ആയിരുന്നു. എന്തായി കാലി എന്ന് വിളിക്കാൻ കാര്യം? കാലത്തിന്റെ നിറം എന്താ? കറുപ്പ്. ഭദ്രകാളിയുടെ നിറവോ? കറുപ്പ്. പിന്നെന്താ സ്വാമി നീല ഇങ്ങനെ വെച്ചേക്കുന്നത്? ഭദ്രകാളിക്കെല്ലാം എല്ലാവരും അടിക്കുന്നത് നീലയാണല്ലോ, കറുപ്പല്ലല്ലോ, അതെന്താ അങ്ങനെ? കാലത്തിന്റെ നിറം കറുപ്പ്, ഭദ്രകാളിയുടെ നിറവും കറുപ്പ. എന്തിനാ ഈ നീല അടിക്കണേ? ഇത് വരയ്ക്കുന്നവർക്ക് ഓരോ തോന്നല അല്ലേ? അനന്തതയുടെ ഭാവമാണ്. ആദിയും അന്തവും ഇല്ലാത്ത സ്വരൂപമാണ് ആര്? ഭദ്രകാളി. കൃഷ്ണനും അതല്ല, ആദിയും അന്തവും ഇല്ലാത്തവനാണ്. അതുകൊണ്ടാണ് രണ്ടുപേർക്കും, കൃഷ്ണനും കറുത്ത കളറാണ്, കരിവണ്ടിന്റെ കളറാണ്, കാർവർണ്ണനാണ് ആര്? കൃഷ്ണൻ. കാർമേഘവർണ്ണിനിയാണ് കാളി. അപ്പോ നീ നമുക്ക് ആ രൂപത്തെ നോക്കി എളുപ്പം പറഞ്ഞു. എളുപ്പം പിള്ളേർ വരും അതിലേക്ക്. എങ്ങനെയാ സ്വരൂപം? നമ്മൾ സാധാരണ ഭദ്രകാളി കണ്ടിട്ടുള്ള നാക്ക് പുറത്തേക്കിട്ട്, തലയോട്ടി മാല ധരിച്ച്, കയ്യിലൊരു വാള്, ഒരു ശിരസ് കൊടുത്തിരിക്കുന്നത്
ഭദ്രകാളിക്കൊന്നുമില്ല. അരയിൽ ഉടുത്തിട്ടുണ്ട് ഒരു സാധനം, ആലോചിച്ചോണ്ട്. എളുപ്പം പറഞ്ഞാൽ എളുപ്പം ചെയ്യും. നഗ്ന സ്വരൂപത്തിലുള്ള എല്ലാ ഭദ്രകാളിയും നഗ്നരൂപമല്ല. കാരണം വസ്ത്രമില്ലാതെ കാണിക്കുന്നതിന്റെ എന്താ, ഈ പ്രപഞ്ചത്തിൽ വിലയം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ജഡബോധമില്ല. നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊക്കെ തുണി കൊടുക്കുന്നത് എന്തുകൊണ്ടാ? ആ നാണം ഉള്ളതുകൊണ്ടാ. നാണം പോയി കഴിഞ്ഞാൽ നമുക്ക് വല്ല പണിയും വേണം. ഇപ്പൊ കാണാൻ വയ്യ, അവിടെ ഇവിടെയൊക്കെ മാത്രം വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു വെച്ചിട്ട് വരുന്നേ. അത്യാവശ്യം വേണ്ടത് മാത്രമാണ്. ഇത്രയൊക്കെ ഉള്ളൂ. കാരണം നാണം കുറഞ്ഞു വന്നു. ഒരു കണക്കിന് നല്ലതാ, ശരീരബോധം ഇല്ലാതിരിക്കുമല്ലോ. ശരീരബോധമുള്ളവനേ ഉള്ളൂ വസ്ത്രത്തിന്റെ ആവശ്യം. ശരീരബോധം ഇല്ലാത്തതിന് വസ്ത്രത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ ശരീരമല്ല, ആത്മസ്വരൂപിയാണ്. ഇപ്പം നമുക്ക് കാണാമല്ലേ, നാഗാസന്യാസിമാരെ കണ്ടിട്ടില്ലേ? കുംഭമേളയ്ക്ക് പോയപ്പോ ഞാൻ കണ്ടു, ഒരു തുണിയില്ല, ഒന്ന് പോയേക്കുവാ. രുദ്രാക്ഷം എടുത്തിട്ട് ചാരവും വാരി ഭസ്മവും വാരി പൂശി അതേക്കുവാ. ഒരു തുണിയില്ല. അവർക്ക് നാണവും ഇല്ല. ആര് നോക്കിയെന്നോ ആര് കണ്ടെന്നോ ഒന്നും ഒരു പ്രശ്നമേ അല്ല. അങ്ങനെ ഒരു സൗഭാഗ്യം ഈ ജന്മത്തിൽ കിട്ടി. നീ അടുത്ത 144 വർഷത്തിന് ശേഷം വരുന്ന ഒരു കുംഭമേളയിൽ പോയെന്നും ത്രിവേണിയിൽ പോയെന്നും മുങ്ങാനുള്ള ഒരു യോഗം ഭഗവാന് തന്നു. അതൊക്കെ ജന്മത്തിൽ കിട്ടുന്ന മഹാഭാഗ്യങ്ങളാണ്. പിന്നെ അങ്ങനെയുള്ളവരെ ഒന്ന് സ്പർശിക്കാനുള്ള ഒരു അനുഗ്രഹം, അതൊക്കെ ഈ ജന്മത്തിൽ ഈശ്വരൻ തന്ന അനുഗ്രഹം. ഈ 144 വർഷം കഴിയുമ്പോഴും ഞാൻ ഉണ്ടാവും. ഒരു സംശയമുണ്ട്, തൃക്കൃതാനുസാരനായിട്ട് ആവത്തില്ലെന്നുള്ളതേ ഉള്ളൂ. 144 വർഷത്തിന് ശേഷവും ഞാനിവിടെ കാണും. അതുകൊണ്ട് അന്നേരവും ഞാൻ എന്ത് ചെയ്യും? കുംഭമേളയ്ക്ക് പോകും. അപ്പൊ ഭദ്രകാളിയിലേക്ക് അരയിൽ എടുത്തിരിക്കണത് എന്താ? എനി ബോഡി പറഞ്ഞാൽ 50 രൂപ സമ്മാനം, അല്ലെ 100 രൂപ ശരിക്കും ഇങ്ങോട്ട് പറയും. ആ ഭദ്രകാളി കൊടുത്തിരിക്കുന്നത് എന്ത് പറഞ്ഞ 50 രൂപ സമ്മാനം. മേശാന്തി പറയണ്ട, അത് തരത്തില്ല. മേശാന്തിക്ക് പറയണമെങ്കിൽ 500 രൂപ ഇങ്ങോട്ട് വന്നേച്ച് പറയണം. അല്ല ഇലയോ? എന്തോ മല? സ്പഷ്ടമായിട്ട് പറ, സ്പഷ്ടമായിട്ട് പറ. പറ. കൈമാലെന്നാണ് പറഞ്ഞേ. വാ, ഞാൻ പറഞ്ഞ വാക്ക് പാലും. അപ്പൊ ബാക്കിയുള്ളവരെല്ലാം 100 രൂപ ഇവിടെ കൊണ്ടുവരണം. അല്ലല്ല, അത് കൈവച്ചോ. പിന്നെ വേണേ 100 കൊണ്ട് ഇട്ടോ, കുഴപ്പമില്ല. കയ്യാണ് വെട്ടി അരയോടി എടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടില്ല? ഒരു കാലെവിടാ? ആരെയാ ചവിട്ടിരിക്കുന്നേ? സാക്ഷാൽ മഹാദേവൻ അല്ലേ? ഈ ഭദ്രകാളി ഉണ്ടായത് എവിടുന്ന? മഹാദേവന് മൂന്നാമത്തെ കണ്ണിൽ നിന്ന് പറയുന്ന ഒരു കഥ പറയുന്നുണ്ട്. പിന്നെ ഒരു കഥ പറയുന്നത് ദക്ഷയാഗമമായി ബന്ധപ്പെട്ട് പറയുന്ന കഥ ജടയിൽ നിന്നുണ്ടായില്ല. 2 ആയാലും എവിടുന്നുണ്ടായേ? തലേന്നാണ് ഉണ്ടായത്. അപ്പൊ ഇത്രയും ഭാഗം ക്ലിയറായല്ലോ. അപ്പൊ ഇനി നമുക്ക് നോക്കാം, നമുക്ക് എത്ര ഇന്ദ്രിയുണ്ട്? 5, 5, 10 പറഞ്ഞു. അപ്പൊ ഏതൊക്കെ 5, 5, 10? കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി. വാക്, പാത, പാണി, പായു, ഉപസ്ഥം. ഈ 10-നകത്ത് 2-ലും വരുന്ന ഒരെണ്ണമുണ്ട്. ഈ ജ്ഞാനേന്ദ്രിയത്തിലും കർമ്മേന്ദ്രിയത്തിലും വരുന്ന ഒരെണ്ണമുണ്ട്. നാക്ക. എന്താ കാരണം? രസം അറിയുന്നതും നാക്കുകൊണ്ടാണ്, വർത്തമാനം പറയണതും നാക്കുണ്ട്. അപ്പൊ നാക്ക് പുറത്തോട്ടിട്ടൊന്ന് വർത്തമാനം പറഞ്ഞു.
ഒക്കത്തില്ല. നാക്ക് പുറത്തോട്ട് രസം അറിയാൻ പറ്റുമോ? രുചി അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താ പറഞ്ഞ അർത്ഥം? നീ നിന്റെ ഇന്ദ്രിയങ്ങളെ അടക്കണം. 10 ഇന്ദ്രിയങ്ങളെ നീ എന്ത് ചെയ്യണം? അടക്കി വെക്കണം. എന്തിനാ? പിന്നെ ചില ജീവികളുണ്ട് കേട്ടോ, നാക്ക് പുറത്തിട്ടാലും അനയ്ക്കുന്ന ചില ജീവികൾ വരെയുണ്ട്. അപ്പൊ 5 10 ഇന്ദ്രിയങ്ങളെ നീ എന്ത് ചെയ്യണം? അടക്കി വെക്കണം. എന്തിനാ? ഇന്ദ്രിയങ്ങൾ അടങ്ങിയെങ്കിൽ മാത്രമേ എന്ത് ശുദ്ധമാവൂ? മനസ്സ് ശുദ്ധമാവും. അപ്പൊ ഇന്ദ്രിയങ്ങളെ ഓരോ സ്റ്റെപ്പായിട്ട് പറയാം. ഇന്ദ്രിയങ്ങളെ നീ എന്ത് ചെയ്യണം? അടക്കി വെക്കണം. ഇനി കയ്യിലിരിക്കണ വാളെന്തുവാ? അതിന് പറയണ പേര് വട്ടക വാളെന്ന് പറയാറുണ്ട് അല്ലേ? അതിന് ഗുരുക്കന്മാര് പറയുന്നത് പേര് ജ്ഞാനാസി എന്നാണ്. ജ്ഞാനമാകേണ്ട വാള്. ആരുടെ തലയാ കയ്യിരിക്കുന്നേ? ദാരികൻ. ദാരികൻ ഏത് ഡിപ്പാർട്ട്മെന്റിൽ പെട്ട ആളാണ്? അസുരൻ. അസുരൻ എന്ന് പറഞ്ഞ ആരാണ്? നമ്മളൊക്കെ അസുരന്മാർ. അസുക്കളിൽ ജനിക്കുന്നവനാരോ അവൻ അസുരനാണ്. അസു എന്ന് പറഞ്ഞാൽ ജീവൻ അർത്ഥമുണ്ട്, ഇന്ദ്രിയങ്ങൾ അർത്ഥമുണ്ട്. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളിൽ സുഖം കണ്ടെത്തുന്നവൻ ആരാണോ അവന്റെ പേരാണ് അസുരൻ. ഈ ഇന്ദ്രിയ വിഷയങ്ങൾ കൂടിപ്പോയാൽ എന്തോ പറ്റും? ഇഷ്ടംപോലെ കാശുണ്ട്, ഇഷ്ടംപോലെ സ്വർണ്ണമാണ്, വലിയ ബംഗ്ലാവാണ്, ഓടി കാറിൽ ഇതൊക്കെ ഉണ്ടായാൽ എന്തോ പറ്റും? നമുക്ക് എന്തോ ഉണ്ടാവും? അഹങ്കാരം. അഹങ്കാരം പിടിക്കുന്നത് എവിടാണ്? തലയിലാ പിടിക്കുക. അതുകൊണ്ട് ആ മഹാബലി തല എവിടെ വെച്ചു കൊടുത്തത്? ഭഗവാന്റെ ഭാഗത്ത് വെച്ചു കൊടുത്തത്. അപ്പൊ നിന്നോട് പറഞ്ഞു, നീ എന്ത് വേണം? നിന്റെ ഈ അഹങ്കാരമുള്ള തല എന്തുകൊണ്ട് വെട്ടണം? ജ്ഞാനമാകുന്ന വാള കൊണ്ട് വെട്ടി വെക്കണം. അപ്പൊ ഇന്ദ്രിയങ്ങൾ അടക്കണം, അഹങ്കാരം പിടിച്ച തല വെട്ടിത്തരണം. നീ അടുത്തെന്താ ഉടുത്തിരിക്കണത്? എന്താന്ന് പറഞ്ഞു? കയ്യ്. എന്തായി കൈ? കാല് വെട്ടി കൊടുത്താൽ പറയാം. അതിനെ വെച്ചോടെ നീളം. ഇതിനായി കൈ വെട്ടി വെച്ച് കൊടുത്തത്. കർമ്മം ചെയ്യുന്നത് എന്തുകൊണ്ടാ? കൈകൊണ്ട്. കർമ്മം ചെയ്താൽ എന്താ കുഴപ്പം? ഇങ്ങനെ ചോദിക്കണം നിങ്ങളുടെ അറിവിനെ അളക്കാനല്ല, നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാനാ. കൈകൊണ്ട് ഇപ്പം കൈ കർമ്മം ചെയ്താൽ എന്താ കുഴപ്പം? പ്രതിഫലം. അതെന്താ? അതിനെന്താ പറയുക? കർമ്മഫലം. കർമ്മഫലം ഉണ്ടായാൽ എന്ത് വേണം? കർമ്മഫലം ഉണ്ടായാൽ എന്തു പറ്റും? ഉദാഹരണം, ഞാൻ ആ തീയെ തൊട്ടപ്പോ എന്ത് പറ്റി? പൊള്ളി. അപ്പം കർമ്മം എന്നുള്ളത് തൊട്ടു, പൊള്ളി എന്നുള്ളത് കർമ്മഫലം. അത് ഏത് തരത്തിലാണ് ഞാൻ അനുഭവിക്കണേ? വേദനയുടെ രൂപത്തിൽ. അപ്പൊ കർമ്മം ചെയ്താൽ കർമ്മഫലം ഉണ്ടാവും. കർമ്മഫലം ഉണ്ടായാൽ അത് എന്ത് വേണം? അനുഭവിക്കണം. ആരനുഭവിക്കണം? കർമ്മം ചെയ്തവൻ അനുഭവിക്കണം അല്ലേ? അപ്പൊ കർമ്മം ചെയ്തവൻ കർമ്മഫലം അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കണം കണ്ടേ അല്ലേ? എന്തുകൊണ്ടാ കേൾക്കേണ്ടി വന്നത്? ഇവിടെ വന്നിരിക്കുന്നു. ഇവിടെ വന്നിരിക്കുക എന്നുള്ളൊരു കർമ്മം, കേൾക്കുക എന്നുള്ളത് കർമ്മഫലം, പിന്നെ സഹിക്കുക എന്നുള്ളത് അതിന്റെ അനുഭവം അല്ലേ? ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇത് കേൾക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇല്ല. അപ്പം കർമ്മഫലം അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ജന്മം എടുക്കണം. ഭൂമിയിൽ ജന്മം. ശരീരം സ്വീകരിച്ചല്ലേ കർമ്മഫലം അനുഭവിക്കാൻ പറ്റും. ശരീരം ആ കർമ്മഫലം അനുഭവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ കർമ്മം ചെയ്താൽ കർമ്മഫലം ഉണ്ടാവും. ആ കർമ്മഫലത്തെ അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ശരീരത്തെ സ്വീകരിക്കണം. ശരീരത്തെ സ്വീകരിച്ചാൽ എന്താ കുഴപ്പം? ദുഃഖമല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. അപ്പൊ നീ എന്ത് ചെയ്യണം? കർമ്മവിച്ഛേദം വരുത്തണം. കർമ്മവിച്ഛേദം എങ്ങനെ വരുത്താം? കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. പിന്നെയോ, നീ കർമ്മം ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. പക്ഷെ അതിൽ നിന്ന് ഫലത്തെ കാക്ഷിക്കാതെ കർമ്മം ചെയ്യണം. അതുകൊണ്ടാ ഭഗവാൻ പറഞ്ഞത്, നീ കർമ്മം ചെയ്താൽ മതി, ഫലമൊന്നും നീ പ്രതീക്ഷിക്കണ്ടെന്ന് എന്നും പറഞ്ഞ് എന്നെ ഇവിടെ സപ്താഹത്തിന് വിളിച്ചിട്ട് ഞാൻ നവാഹം നടത്തിച്ച് പൊക്കോ സ്വാമി, ഭഗവാൻ കൊണ്ട് ഫലം തരുമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോവോ? ഇല്ല. കണക്ക് പറഞ്ഞ് കാര്യം പഠിച്ചോണ്ടേ പോകും. ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഭഗവാൻ എന്താ പറഞ്ഞത്? ജോലി ചെയ്താൽ പണി കാശ് മേടിക്കണമെന്ന് പറഞ്ഞിട്ടില്ല.
ചിലരങ്ങനെ പറയാം, സ്വാമി ഭഗവാൻ പറഞ്ഞിട്ടില്ലയോ കർമ്മം ചെയ്താൽ മതി ഫലം ഒന്നിച്ചു കിട്ടാന്ന്. അങ്ങനല്ല ഭഗവാൻ പറഞ്ഞത്. സത്യം. ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചപ്പോ ഞാൻ ആലോചിക്കാണ്, അവിടെ വല്ലവരും കാണും, അവിടെ പോയി ചെയ്താൽ ശരിയാവും, നന്നായില്ലേ ഇനി എന്തോ ചെയ്യും. ഇത്തരത്തിലുള്ള നിന്റെ ഒന്നും വേണ്ട. നിന്റെ ധർമ്മം എന്താ? നീ അവിടെ ചെന്നാ യജ്ഞം നടത്തുക. അത് നാട്ടുകാർ നല്ലതെന്ന് പറഞ്ഞോ ചീത്തയെന്ന് പറഞ്ഞോ അത് നീ ആലോചിക്കണ്ട. അത് അവരവരുടെ കർമ്മഫലത്തിനനുസരിച്ച് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഈ മോശമാണ് പറയുന്നത് എന്തുകൊണ്ടാ? അവരുടെ കർമ്മഫല അവരെങ്ങനെ പറഞ്ഞേ പറ്റൂ. എന്റെ കർമ്മഫലമാണത് കേൾക്കണമെന്നുള്ളത്. നന്മ പറയുന്നത് എന്തുകൊണ്ടാ? അത് അവരുടെ കർമ്മഫലം, അതും കേൾക്കണം എന്റെ. അപ്പൊ രണ്ടും കേൾക്കാനുള്ള കർമ്മഫലം എന്റെ കയ്യില് ഉണ്ട്. അപ്പൊ ഈ രണ്ടും ഞാൻ കേട്ടേ പറ്റും. അപ്പോ ആ കർമ്മഫലം അത് ശരിയാകുമോ ഇല്ലയോ എന്നുള്ളത് നിന്റെ പ്രശ്നമല്ല. നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മത്തെ നീ അനുഷ്ഠിക്കുക. അത് നന്മയോ തിന്മയോ ഉണ്ടാക്കുന്നത് നിന്നെ ബാധിക്കുന്ന വിഷയം അല്ല. നീ അവിടെ തന്നെ ചെയ്യുക. അത് ശരിയാവുമോ ശരിയാകാതിരിക്കുമോ അതൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ. നീ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യം ഇല്ല. അല്ലാതെ കർമ്മ ജോലി ചെയ്താൽ കൂലി മേടിക്കണം നല്ല പറയാം. കർമ്മഫലത്തെക്കുറിച്ച് നീ ചിന്തിക്കണ്ട, അത് ഞാനാ കൊടുക്കണം. നീ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നീ കർമ്മം ചെയ്യുക. നിന്നെ നിക്ഷിപ്തമായത് എന്താണോ അത് നീ ചെയ്യുക. അതിന്റെ ഫലം എന്തുമായിക്കോട്ടെ, ശുഭമോ അശുഭമോ, അത് പ്രാപിക്കാൻ അല്ലെങ്കിൽ അതിന്റെ ഫലത്തെ സ്വീകരിക്കാൻ ഇരിക്കുന്നവരുടെ കർമ്മം അനുസരിച്ച് ഞാൻ കൊള്ളാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ ഗ്രഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? എത്ര പേർക്ക്? നീ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഓർക്കുവോ? വാക് പാദ പാണി പായു ഉപസ്ഥം. വാക് പാദ പാണി പായു ഉപസ്ഥം. വാക്ക്, കയ്യ്, പാദം, ഉപസ്ഥം. വാക് പാദ പാണി പായു പ്രശ്നം. അതാണ് ചന്ദ്രൻ. അത് ഇന്ദ്രിയങ്ങൾ നൽകുന്ന വിഷയങ്ങൾക്കനുസരിച്ചിട്ട് മനസ്സിൽ നിന്നുണ്ടാകുന്ന ഇതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ 5 കർമ്മേന്ദ്രിയങ്ങൾ. അപ്പൊ എന്തായി? ഇപ്പൊ കർമ്മഫലം അനുഭവിക്കണമെങ്കിൽ ജന്മം എടുക്കേണ്ടി വരും. അപ്പോ ഈ കർമ്മവിച്ഛേദം വരുന്നു. അതായത് ഈശ്വരാർപ്പണമായിട്ട് കർമ്മങ്ങൾ ചെയ്യാം. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ആര് ചെയ്യുന്നതായി? ഞാൻ ചെയ്യുന്നല്ലാതെ ഞാൻ വെറുമൊരു ഉപകരണം മാത്രമാണ്. ഇതെല്ലാം ചെയ്യിക്കണതാരാണ്? ആ ഭഗവതിയാണ് എന്ന ബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർമ്മം ചെയ്യാം. അപ്പൊ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാൻ ആ ചെയ്തതെന്ന് പറയാൻ പാടില്ല. അത് എന്ത് പറ്റും? അതിന്റെ കർമ്മഫലം നീ അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഈശ്വരിയാണ് ചെയ്യിപ്പിച്ചതെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? ഭഗവതിക്കാം. എനിക്കത് യാതൊരു നന്നായാലും മോശമായാലും രണ്ടിന്റെ ഉത്തരവാദിത്തം ആർക്കാ? അവർക്കാണ്. ഞാൻ ഉത്തരവാദി അല്ലതിന്. എന്നെ ചീത്ത വിളിച്ചാലും അവരുടെ കുഴപ്പം, നല്ലത് പറഞ്ഞാലും അവരുടെ കുഴപ്പം, രണ്ടായാലും അവരുടെ കുഴപ്പം, ഭഗവതിയുടെ കുഴപ്പം. എനിക്കതിനകത്ത് യാതൊരു ബന്ധവും ഇല്ല. ഈ ഒരു ഭാവത്തിൽ കർമ്മത്തെ ചെയ്യണം. അപ്പോഴേ എന്തുണ്ടാവൂ? കർമ്മവിച്ഛേദം. ഇനി കഴുത്തിലിരിക്കണത് എന്താ? തലയോട്ടിയാണ് അല്ലേ? അനേക ജന്മങ്ങളുടെ അവസ്ഥയെ കാണിക്കണം. നീ ഇതുപോലെ അനേക ജന്മങ്ങള് ജനിച്ചു വന്നതാണ്. അതിന് മുണ്ടമാല എന്നാ പറയാ. പിന്നെ അതിനെ വേറൊരു തരത്തിൽ വിശേഷിപ്പിക്കാറുണ്ട്, അക്ഷരങ്ങളുടെ പ്രതീകമായിട്ട്. 51 അക്ഷരങ്ങളുടെ പ്രതീകമായിട്ട് അതിനെ പറയാട്ടുണ്ട്. അത്രയല്ലേ ഉള്ളൂ മലയാളത്തിൽ അക്ഷരം. അത് 56 46 56 അക്ഷരമുണ്ടോ മലയാളത്തിൽ? ഞാൻ ചില്ലി പൊട്ടിച്ച കാര്യമൊന്നും ചോദിച്ചില്ല. ഞാൻ ചോദിച്ചത് അക്ഷരം എത്ര ഉണ്ടെന്ന് ചോദിച്ചത്. 51. അപ്പൊ 51 അക്ഷരത്തിന്റെ പ്രതീകമാണ്. അതായത് എന്നുവെച്ചാൽ ജ്ഞാനത്തിന്റെ ദേവത കൂടിയാണ് ആര്? ഭദ്രകാളി. വിദ്യാരംഭം കുറിക്കാൻ പറ്റിയ ഏറ്റവും ശ്രേഷ്ഠമായ സങ്കേതമാണ് സരസ്വതി ക്ഷേത്രം പോലെ ഭദ്രകാളി ക്ഷേത്രം. കാരണം ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ശിവന്റെ തലയിൽ നിന്നുണ്ടായ തല എന്ന് പറയുന്നത് മുകളിൽ നിൽക്കുന്ന ഊർദ്ധയിൽ നിൽക്കുന്നതാ അല്ലേ? അതുകൊണ്ട് ജ്ഞാനത്തിന്റെ ഉറവിടമാണ്. അതുകൊണ്ട് ഭദ്രകാളി എന്ന് പറയുന്നത് ഏറ്റവും വിദ്യാരംഭം കുറിക്കാൻ പറ്റിയ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സങ്കേതമാണ് ഭദ്രകാളി. മൂഢനായിരുന്നവനെ
ലോകം മുഴുവൻ അറിയപ്പെടുന്ന ദാസനാക്കി. ആരുടെ ദാസനാക്കി? ആരുടെ ദാസനാക്കി? കാളിയുടെ ദാസനാക്കി. കാളിദാസൻ. ആരാ പരുവത്തിലേക്ക് ഉയർത്തിയത്? കാളിയ. അകത്താരെന്ന് ചോദിച്ചപ്പോ ഞാൻ കാളി, പുറത്താരാന്ന് ചോദിച്ചപ്പോ ദാസനാണ് പറഞ്ഞു. ഇങ്ങനെ വന്ന വീണ പേരാണ് കാളി ദാസൻ. അവിടെ ജ്ഞാനത്തിന്റെ സ്വരൂപമാണ് ഭദ്രകാളി. ശിവനും ജ്ഞാനത്തിന്റെ സ്വരൂപമാണ്. അതുകൊണ്ടാണ് അഗ്നി നേത്രം. അഗ്നി ഭഗവതിക്കുണ്ട് അഗ്നി നേത്രം. അഗ്നി എന്ന് പറയുന്നത് അറിവാണ്. അറിവ് അഗ്നിയായി വരുമ്പോഴാണ് ലോകം നന്നാവുക, അല്ലെങ്കിൽ നന്നാക്കി എടുക്കുന്നത്. ആ അറിവ് അഗ്നിയാവുമ്പോഴാണ്. ചിലർക്ക് ചില വാക്കുകൾ അഗ്നിയായിട്ട് തന്നിൽ പടരുമ്പോഴാണ് ചില മാറ്റങ്ങൾ മനസ്സിന് ഉണ്ടാവുന്നത്. നമുക്ക് വല്ല മാറ്റം ഉണ്ടാവോ? അപ്പൊ എന്തായാലും അതുകൊണ്ട് കർമ്മവിച്ഛേദം വരുത്തണം. എന്തിന്? ജന്മമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാൻ. ഇനി എവിടെ ഒരു കാലം തനിക്ക് ജന്മം നൽകിയ സാക്ഷാൽ മഹാദേവൻ എന്ന് പറയുന്നു. പക്ഷെ സത്യത്തിൽ അത് പറയുന്നത് രുദ്രനാണ് വന്ന് കിടക്കുന്നതെന്ന്, ശിവനല്ലാത്ര. ശിവന്റെ വിവിധങ്ങളായ ഗുണങ്ങൾക്കനുസരിച്ചുള്ള ഭാവങ്ങളാണ് ഈ രുദ്രനും സദാശിവനും മൃത്യുഞ്ജയനും ദക്ഷിണാമൂർത്തി ഇത്യാദിയായിട്ടുള്ള രൂപങ്ങളെല്ലാം ശിവന്റെ വിവിധങ്ങളായ ഭാവങ്ങളാണ്. ശിവൻ എന്ന് പറയുന്നത് രൂപമില്ലാത്ത സ്വരൂപമാണ്. സൂക്ഷ്മമായിരിക്കുന്ന അവസ്ഥയാണ് ശിവൻ. ആ ശിവൻ എന്ന് പറയുന്ന സൂക്ഷ്മമായ അവസ്ഥയാണ് നമ്മുടെ ഉള്ളില് ആത്മാവ് എന്ന പേരിലിരിക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടണേ. ശിവൻ എന്ന സ്വരൂപം അത് സൂക്ഷ്മമാണ്. ആ സൂക്ഷ്മത്തിൽ നിന്ന് ഈ പിണ്ഡാണ്ഡം അത് ബ്രഹ്മാണ്ഡം. ബ്രഹ്മാണ്ഡത്തിന്റെ ഊർജമായിരിക്കുന്ന ശിവൻ അത് സൂക്ഷ്മമായി നിന്നുകൊണ്ട് ബ്രഹ്മാണ്ഡത്തെ ചലിപ്പിക്കുന്നു. അതിന്റെ ഒരംശം ആ ബ്രഹ്മാണ്ഡത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിനെ മുഴുവൻ സംശീകരിച്ചു കൊണ്ടെടുത്തിരിക്കുന്ന പിണ്ഡാണ്ഡം. ആ പിണ്ഡാണ്ഡത്തിൽ എന്തായിട്ട് നിൽക്കുന്നു? സൂക്ഷ്മമായിട്ട് ഇരിക്കുന്നു. ആ സൂക്ഷ്മ സ്വരൂപത്തെ ആണ് ശിവൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ അമൃതസ്യ പുത്ര എന്ന് വിശേഷിക്കുന്നത്. മരണമില്ലാത്തവരാക്കി മാറ്റിയതുകൊണ്ടാണ്. എന്തുകൊണ്ടാ? ഈ ശിവം എന്ന സ്വരൂപത്തിന് എന്തില്ല? മരണമില്ല. ആത്മാവിന് മരണം ഇല്ല. ആത്മാവ് എന്ന പേര് മാത്രമേ ഉള്ളൂ. അത് എന്താ പറയാ? ശിവം എന്ന ഊർജമാണ്. ഇപ്പൊ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ എന്താ പറയാ? പ്രവൃത്തി എന്ന കർമ്മത്തിലേക്ക് എത്തിക്കുന്ന ഈ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന് പറയുന്ന ആ ക്രിയാശക്തിയുടെ സ്വരൂപമാണ് ആര്? ശിവൻ എന്ന് പറയുന്നത്. കർമ്മം ചെയ്യണമെങ്കിൽ ശക്തി വേണം. എന്നാൽ ശക്തി ഉണ്ടായാലും കർമ്മം ചെയ്യാൻ മടിച്ചാണ്ട് വരും. അപ്പൊ അതുകൊണ്ട് ആ കർമ്മം എന്നത് ശിവനാണ്. അതുകൊണ്ടാണ് ശിവൻ സൂക്ഷ്മ സ്വരൂപിയായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് ശിവനെ അറിയാൻ പാടാം. അപ്പൊ ആ ശിവനാണ്. അപ്പൊ ഇത് രുദ്രനാണ് പറയുന്നത്. എന്തുമായിട്ട് നമ്മുടെ സങ്കല്പപ്രകാരം കൊണ്ട് ശിവൻ ജന്മം നൽകിയ പിതാവിനെ ആണ് ചവിട്ടി നിൽക്കുന്നതെന്ന്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. ജന്മം കൊടുത്ത് അച്ഛന്റെ നെഞ്ചത്ത് ചവിട്ടാൻ പഠിപ്പിച്ച മോള ആരെ പൂജിക്കാൻ കൊള്ളാവോ? അത് കണ്ടല്ലേ നമ്മളും പഠിക്കുന്നേ. ഇപ്പൊ പൂജയ്ക്ക് കൊള്ളാവുന്ന ആളാണോ ഭദ്രകാളി? അല്ല. എന്നാ അതല്ല, അച്ഛന്റെ നെഞ്ചത്ത് ചവിട്ടിയെന്നല്ല. ഞാൻ ഉണ്ടായത് എവിടുന്ന? ഈ ശിവനിൽ നിന്നാണ്. ഈ ശിവനൊരു പേര് പറയും. എന്ത് സ്വരൂപം എന്ന് പറയും? കാലസ്വരൂപൻ എന്ന് പറയും. ഇല്ലേ? കാലകാലൻ, കാലാന്തകൻ, കാലസ്വരൂപൻ എന്ന് വിളിക്കുന്ന ആളാണ് ആരെ? ശിവനെ. ഈ കാലത്തിനെ മറ്റൊരു തരത്തിൽ വിശേഷിപ്പിക്കും. എന്തായിട്ട് പറയും? കാലചക്രം. അല്ലേ? കാലത്തെ ചക്രമായിട്ടാണ് പറയാം. അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അല്ലേ? ആണോ? അല്ലേ? ആണോ? അപ്പൊ കാലം ചക്രമാകുമ്പോ കറങ്ങുമ്പോ എന്ത് പറ്റും? എവിടെയായിരുന്നു സ്റ്റാർട്ടിങ് പോയിന്റ്? വീണ്ടും അവിടെ തന്നെ തിരിച്ചെത്തും. അപ്പൊ ഭഗവതി നമ്മളോട് എന്ത് പറയുന്നു? നീ ശിവനിൽ നിന്നുണ്ടായവനാണ്. നീ എവിടെ ചെന്ന് ചേരണം? ആ ശിവനിൽ തന്നെയാണ് നീ ചെന്ന് ചേരേണ്ടത്. അതിന് നീ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ്? അടുത്തത് എന്ത്?
ഇന്ദ്രിയങ്ങളെ അടക്കി മനസ്സ് ശുദ്ധമാക്കി ജ്ഞാനം കൊണ്ട് അഹങ്കാരത്തെ ഇല്ലാതെയാക്കി ആസുരീഭാവത്തെ ഇല്ലാതെയാക്കി കർമ്മവിച്ഛേദം വരുത്തി കഴിയുമ്പോൾ മാത്രമേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നീ എവിടുന്ന് പുറപ്പെട്ടോ അവിടെ ചെന്ന് ചേരാൻ പറ്റൂ. അപ്പൊ നീ അവിടെ ചെന്ന് ചേരാത്തതിന്റെ കാരണം എന്താ? ഈ അഹങ്കാരമുള്ളത് കൊണ്ടും ഇന്ദ്രിയങ്ങളെ അടക്കാത്തത് കൊണ്ടും ജ്ഞാനമില്ലാത്തത് കൊണ്ടും കർമ്മവിച്ഛേദം വരാത്തത് കൊണ്ടുമാണ് നമ്മൾ ഇവിടെ കിടന്ന് ഈ വട്ടം. എന്ന് വെച്ചാൽ ഒരു ജീവനെ ഊർധ്വഗതിയിലേക്ക് നയിക്കുന്നവളാണ് ആര്? ഭദ്രകാളി. എന്തുകൊണ്ട്? ജ്ഞാനം കൊണ്ട്. ഈ ജ്ഞാനം ഉണ്ടായി കഴിയുമ്പോൾ മനസ്സിലാവും ഈ ശരീരമല്ല ഞാന്, അതുകൊണ്ട് ഈ ശരീരത്തിനോട് യാതൊരുമായ ബന്ധവും ഇല്ല. കാരണം ശരീരം ഞാനല്ല, ശരീരം എന്റേതാണ്. അത് നന്നായാലും മോശമായാലും നശിച്ചാലും ഉണ്ടായാലും ഇതൊന്നും ആരെ ബാധിക്കില്ല, എന്നെ ബാധിക്കില്ല. അപ്പോഴാണ് നമ്മൾ ഈ മുമ്പേ പറഞ്ഞ നാഗസന്യാസിമാരെ പോലെ ജഡബോധമില്ലാതെ ഞാൻ പൂർണ്ണമായിട്ടും ശിവമാണ്, ഞാൻ ആത്മാവാണ്, അതുകൊണ്ട് ജഡം എനിക്ക് പ്രശ്നമല്ല, അതുണ്ടായാലും നശിച്ചാലും ഒന്നും എന്നെ അത് ബാധിക്കുന്നതേ അല്ല. ഞാൻ വീണ്ടും എവിടേക്ക് തീരേണ്ടതാ? ആ വെണ്ണീറായി തീരേണ്ടതാണ് ഈ ശരീരം. ആത്മാവെന്ന ഞാൻ എനിക്ക് എന്തില്ല? നാശമില്ല. ശരീരം വെണ്ണീറാവും, പക്ഷെ ആത്മാവ് ഒരിക്കലും എന്താവില്ല? വെണ്ണീറാവില്ല. അതിന് നാശമില്ലാത്തതാണ്. അത് ശിവനിൽ നിന്നുണ്ടായി ശിവനിൽ തന്നെ ചെന്ന് ചേരുന്ന സ്വരൂപമാണ്. അപ്പോഴാണ് വസ്ത്രം വേണമെന്നില്ല, നാണമില്ല, ആഹാരം വേണമെന്നില്ല. ഞാൻ കണ്ട ഒരു മഹാത്മാവിനെ വർഷങ്ങളായിട്ട് അദ്ദേഹം കിടന്നിട്ടുമില്ല, ഇരുന്നിട്ടുമില്ല. വർഷങ്ങളായി ഒരു തൊട്ടിൽ ഇട്ടിട്ടുണ്ട്, അതിൽ കൈ കുത്തിങ്ങനെ ഞാൻ നിൽക്കും. ഉറങ്ങുന്നതും അങ്ങനെയായിരുന്നു, ആഹാരം കഴിക്കണതും അങ്ങനെ നിന്നു, ചായ കുടിക്കണതും അങ്ങനെയായിരുന്നു. എന്റെ കിടപ്പിട്ട് പോലോ എന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. അവർക്കൊരു പ്രശ്നമില്ല. നമ്മൾ എത്ര നേരം നിൽക്കും അങ്ങനെ? നമുക്കറിയാം എത്ര ദിവസം നിൽക്കാൻ പറ്റും നമുക്കങ്ങനെ. ഒരാളെ തലയിൽ ഇങ്ങനെ കൃഷി നടത്തിക്കൊണ്ട് വന്നു ജലക്കകത്ത്. അത്രമാത്രം തപസ്സുകളായതുകൊണ്ടാണ് ആ ജഡബോധമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത്. ഈ നൂൽബന്ധം പോലും ഇല്ലാതെ ഹിമാലയത്തിന്റെ സ്ഥാനങ്ങളിൽ പോലും തപസ് ചെയ്യുന്നത്. നമ്മൾ കളിയാക്കും നാണം കെട്ടവന്മാരവര് ഇതാണോ ഭാരതത്തിലെ ഹിന്ദുക്കളുടെ സംസ്കാരം എന്ന്. ഈ പറഞ്ഞ നീ ഒന്ന് പോയി ഇരിയട, ഒരു തുണിയില്ലാതെ അവിടെ പോയി ഒരു സെക്കൻഡ് നീ ഒന്ന് പോയി. നമ്മുടെ സംസ്കാരം മോശമാണ്, ഞാൻ അങ്ങ് സമ്മതിച്ചു. അവന്മാർക്ക് നാണമില്ലാത്തവന്മാരോ തുണി കൊടുക്കാൻ നടക്കുന്നവന്മാരാ. നീ അങ്ങനെ പോയി ഒരു സെക്കൻഡ് അവിടെ പോയിടാ, ആ മഞ്ഞിനകത്ത് പറ്റുമോ? ഇവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ സെറ്ററും ഷാളും ഒക്കെ ഇട്ടോണ്ടായി ഞങ്ങൾ അവിടെ പോയി നിന്നു. അങ്ങനെ ആ ഒരു തുണി പോലും ഇല്ലാതെ അവിടെ ചേരാ പാരാ നടക്കണത് പറഞ്ഞു. ആലോചിച്ച് നോക്കണേ. എത്രമാത്രം ഊർധ്വമായ ബുദ്ധിയിലേക്ക് ആ ജീവനെ എത്തിച്ചവർക്ക് അത് സാധ്യമാകുക. അപ്പൊ അതുകൊണ്ട് ഈ ഭദ്രകാളിയുടെ ഫോട്ടോ വീട്ടിൽ വെക്കാൻ പേടിക്കണോ? വേണ്ട, കൊണ്ടുവെക്കുമല്ലോ അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ സാറി അങ്ങനെ അങ്ങോട്ട് കൊണ്ടുവെക്കാൻ പറ്റൂ? അതാ നമ്മുടെ കുഴപ്പം. എന്താ പറഞ്ഞ ആ ബോധത്തിലേക്ക് നമ്മള് എത്താത്തത് കൊണ്ടാണ്. മനസ്സിലായോ? ഭദ്രകാളി എന്ന് പറയുന്നത് ഈ കാണുന്ന ഭീകര സ്വരൂപം എന്ന് പറയുന്നത്. പിന്നെ എന്തിനാ ഇങ്ങനെ കാണിച്ച്? ഈ രഹസ്യങ്ങളൊന്നും എല്ലാവർക്കും, കാരണം അർഹതയുള്ളവന് മാത്രമേ പറഞ്ഞു കൊടുക്കാവൂ. അവൻ മാത്രമേ ഊർധ്വഗതിയിലേക്ക് പോകും എന്ന് ഉറപ്പുള്ളവന് മാത്രമേ എന്ത് പറഞ്ഞു കൊടുക്കാവൂ? ഈ തത്വങ്ങളെ പറഞ്ഞു കൊടുക്കാവൂ. അതുകൊണ്ടാണ് ഇങ്ങനെ കഥാരൂപത്തിലും ഇതുപോലെ ഭീകരമായ സ്വരൂപത്തിലൊക്കെ നമ്മുടെ മുന്നിൽ ഗുരുക്കന്മാര് കാട്ടി തന്നിരിക്കണം. ക്ലിയറായല്ലോ? പിടികിട്ടിയോ? ഇനി ചെന്ന വല്യമ്മ എന്താ വിളിക്കാം? നീ വല്യമ്മയുടെ മുമ്പിൽ ചെന്നിട്ട് വല്ലതും പേടിക്കണം? ധൈര്യപൂർവ്വം വിളിച്ചുകൂടെ അമ്മയെന്ന്? ഭയക്കാളടുത്ത് ചെന്നുകൂടെ? നമ്മൾ കാണുന്ന ഈ ഭീകര സത്വമൊന്നും അല്ല ഭദ്രകാളി. നീ മാതൃഭാവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രമാത്രം മാതൃവാത്സല്യം തുളുമ്പുന്ന ഒരു ദേവീ സ്വരൂപം ഭദ്രകാളിയെ പോലെ വരില്ല. അമ്മയെന്ന് വിളിച്ചാൽ ആർദ്രമായിട്ടാണ് വിളിക്കുന്നതെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ ഓടിയെത്തി വേണ്ട സഡൻ ആക്ഷൻസ് എടുക്കാൻ കഴിയുന്ന മാതൃഭാവമാണ് ഭദ്രകാളി. അതുപോലെയാണ് നരസിംഹമൂർത്തി.
അതുകൊണ്ട് എനിക്ക് ഇതിനെ രണ്ടിനെയാണ് വലിയ ഇഷ്ടവും. ചടാപടന്ന കാര്യം കഴിച്ച് വീട്ടിൽ വരും. അല്ല അത് നോക്കട്ടെ, എടുക്കട്ടെ, മുങ്ങുമെന്ന് അറിയട്ടെന്ന് പറഞ്ഞ് പോകത്തൊന്നുമില്ല. സഡൻ ആക്ഷനാണ് രണ്ടുപേരും, പെട്ടെന്ന് മുരുകണ്ടെന്നുള്ള ഭാവമാണ്. അങ്ങനെ നിൽക്കട്ടെ. ബാക്കി ഇനി സമയം പോലെ നാളെ നേരം കിട്ടിയാൽ കിട്ടുന്ന പോലെ നോക്കാം.